ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഫാലസികളായിരുന്നു. ഇൻഫോർമൽ ഫാലസികൾ എന്ന് പറയും. ആ ഇൻഫോർമൽ ഫാലസികളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ കാറ്റഗറി. ഇൻഫോർമൽ ഫാലസികൾക്ക് കുറെ കുട്ടികളുണ്ട്. ആ കുട്ടികളെ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സബ് ഡിവിഷൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ കാറ്റഗറി ആയ ഫാലസികൾ രണ്ട് കഷ്ണമാണ്. ഫോർമൽ ഫാലസി എന്ന് പറയുന്ന ടേം ശരിക്കും ഇന്റൻഷണൽ ആൻഡ് അൺഇന്റൻഷണൽ രണ്ട് ബ്രാഞ്ചാണ്. അതിൽ തന്നെ അൺഇന്റൻഷണൽ ഫാലസിയാണ് പിന്നെയും നമ്മൾ രണ്ടായിട്ട് കഷ്ണം മുറിക്കുന്നത്, ഫോർമൽ ഫാലസി, ഇൻഫോർമൽ ഫാലസി. ഫോർമൽ ഫാലസിയുടെ കുട്ടികളെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഇൻഫോർമൽ ഫാലസികളുടെ കുട്ടികളെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഇൻഫോർമൽ ഫാലസിയിലെ ആദ്യത്തെ കുട്ടിയാണ് എന്ത്? ഫാലസി ഓഫ് പ്രിസംഷൻ. ഈ ഫാലസി ഓഫ് പ്രിസംഷന് പിന്നെയും കുറച്ചധികം കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ ചിലര് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഫാലസി, ഹാസ്റ്റി ജനറലൈസേഷൻ ഫാലസി, പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക്, കം ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക്, ഫാലസി ഓഫ് ആക്സിഡന്റ്, സ്ലിപ്പറി സ്ലോപ്പ്, ടു കോക്ക്, അപ്പീൽ ടു ഇഗ്നോറൻസ്. ഇതുവരെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? അപ്പീൽ ടു ഇഗ്നോറൻസിലല്ലേ ലാസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ. റൈറ്റ്? അങ്ങനെ തന്നെയല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഓർമ്മയിൽ യെസ്, ഓക്കെ, അപ്പീൽ ടു ഇഗ്നോറൻസിലാണ് നിർത്തിയത്. ഇനി നമ്മുടെ ഈ ഫാലസി ഓഫ് പ്രിസംഷന്റെ കുട്ടികൾ തീർന്നിട്ടില്ല. നമുക്ക് 4 പേരെ കൂടി അതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഒരാള് സർക്കുലാർ ആർഗ്യുമെന്റ് ആണ്, അടുത്ത ആള് ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആണ്, പിന്നെയുള്ള ആള് ഫോൾസ് ഡിലെമ്മയാണ്, പിന്നെയുള്ള ആള് ആർഗ്യുമെന്റും ആഡ് ഇഗ്നോറേഷ്യമാണ്. നമുക്ക് സർക്കുലാർ ആർഗ്യുമെന്റിൽ തുടങ്ങാം. സർക്കുലാർ ആർഗ്യുമെന്റിന് അതിന്റെ ഒരു ഫോറിൻ ടേം കൂടി ഉണ്ട്, അതും പഠിക്കണം. അതിലേതും ഓപ്ഷൻ ആയിട്ട് വരാം. സർക്കുലാർ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ സർക്കുലസ് ഇൻ പ്രൊബാൻഡോ എന്ന് പറയും. സർക്കുലാർ ആർഗ്യുമെന്റ് ഓർ അതിന്റെ ലാറ്റിൻ ടേം സർക്കുലസ് ഇൻ പ്രൊബാൻഡോ. അപ്പൊ എന്താണ് ഈ സർക്കുലാർ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ? സർക്കുലർ ആയിട്ട് പറയുക എന്നുള്ളതാണ്. അതായത് പറഞ്ഞു തുടങ്ങിയിടത്ത് തന്നെ പറഞ്ഞ് പിന്നെ അവിടെ തന്നെ തിരിച്ചെത്തുക. ഓക്കെ, തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തുക. ആർഗ്യുമെന്റ് ചെയ്ത് തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തുക. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാം ഒക്കെ നെറ്റ് എക്സാം ഒക്കെ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എന്നെ കൊണ്ട് ഇത് പറ്റുമോ, ഞാൻ പഠിച്ചത് പഠിച്ച് തീരുമോ, എനിക്ക് നെറ്റ് കിട്ടുമോ, ഇതായിരിക്കും നമ്മളെ പേടി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമ്മളിങ്ങനെ ഓരോ ക്ലാസ് കേട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും? ഓക്കെ, എനിക്ക് പറ്റും, ഞാൻ കുറെ കവർ ചെയ്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒക്കെ കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടും. അങ്ങനെ നമ്മൾ മോട്ടിവേറ്റ് ആയിട്ട് എക്സാമിന്റെ 2 ആഴ്ച മുമ്പ് വരെ നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കേ. ഇതിന് നെറ്റ് കിട്ടും, JRF കിട്ടും എന്നൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടാവും. പക്ഷെ അവസാനത്തെ 2 ആഴ്ച നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചും ഒട്ടും പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചും ഭയങ്കര ടെൻഷൻ വരാനുള്ള ഒരു സമയമാണ്. അതായത് കിട്ടുമോ എന്നുള്ളൊരു പേടി ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, കിട്ടുമോ എന്നുള്ളൊരു പേടി, പേടി ഉണ്ടാവും. നമ്മൾ എത്രയോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ പേടി ഉണ്ടാവും. അപ്പൊ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പേടി എന്തായിരുന്നു? എനിക്ക് കിട്ടുമോ എന്നുള്ളായിരുന്നു. എക്സാം അടുക്കണ സമയത്തും ഇതേ പേടി വരാനുണ്ട്. അപ്പോഴും നമ്മുടെ മൈൻഡിലുള്ള എന്തായിരിക്കും? എനിക്ക് കിട്ടുമോ എന്നുള്ള സാധനമായിരിക്കും. അത് തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തുക. പറഞ്ഞ് ആർഗ്യുമെന്റ് പറഞ്ഞിപ്പോ ഈ എന്താ പറയാ, നമ്മളെ ന്യൂസ് ഡിബേറ്റ് ചാനലുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ന്യൂസ് ഡിബേറ്റിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ അവരിങ്ങനെ പറഞ്ഞ് പിന്നെയും തുടങ്ങിയിടത്ത് തന്നെ അതന്നെയാ പറയാ. അതിന്റെ സജഷൻസോ അതിന്റെ എന്താ പറയാ, അതിനെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതൊന്നും അവർ പറയുന്നുണ്ടാവില്ല. അവരെന്ത് ചെയ്യും? പറഞ്ഞ് തുടങ്ങിയിടത്ത് തന്നെ പറയും, ഒരു തലയും വാലും ഇല്ലാണ്ട് പറയും. ഇതിനെയാണ് എന്ത് വിളിക്കുക? സർക്കുലാർ ആർഗ്യുമെന്റ് എന്ന് വിളിക്കുക. നമ്മൾ അവസാനിക്കുന്ന സമയത്തും തുടങ്ങിയിടത്ത് പറഞ്ഞ അതേ കാര്യം തന്നെ പറയുക എന്ന് പറയുന്ന സാധനം. റിപ്പീറ്റ് ഇറ്റ് ഇൻ എ സർക്കുലാർ മോഡ്. ക്ലിയർ? അങ്ങനെ പറഞ്ഞു വരുന്നതിൽ തെറ്റു സംഭവിച്ചാലാണ് അത് സർക്കുലാർ ആർഗ്യുമെന്റ് എന്ന ഫാലസി ആവുക. ഓക്കെ, ഫാലസികൾ എപ്പോഴും എറേഴ്സ് ആണ്, മിസ്റ്റേക്സ് ആണ്. ക്ലിയർ? Can we move? ഓക്കെ, അടുത്തത് ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആണ്. ബെഗിങ് ദ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പെറ്റീഷ്യോ പ്രിൻസിപ്പായി എന്ന് പറയാം അതിനെ. പെറ്റീഷ്യോ പ്രിൻസിപ്പായി. ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ആൻസർ ഇസ് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് എന്ന് പറയാം. നമുക്ക് ചോദ്യത്തിൽ തന്നെ ഉത്തരമുള്ള ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഉത്തരം നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ, അല്ലെങ്കിൽ ദ റീസൺ വി കൻ സെർച്ച് ഇൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനോട് ബെഗ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും, വേറെ എങ്ങോട്ടും പോണ്ട എന്ന് പറയുന്ന സാധനം. അതിനെയാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുക. അതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ബെഗിങ് ദ ക്വസ്റ്റ്യന് വന്നൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ഐഫോണിനെ കുറിച്ചിട്ടുള്ളായിരുന്നു. അതായത് ആപ്പിൾ ഐഫോൺ ഇസ് ദ
എന്താ പറയാ മോസ്റ്റ് ലൈക്ക് ആപ്പിൾ ഐഫോൺ എന്തോ ഒരു ഫീച്ചർ എന്തോ പറഞ്ഞിട്ട് ആപ്പിൾ ഐഫോൺ ഈസ് ദ ബെസ്റ്റ് ഫോണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതെന്ത് വൈ എന്ന് ലാസ്റ്റ് അതിന് വൈ എന്നുള്ളതിന്റെ ഒരു സാധനം കൂടി ഇട്ടിട്ട് അത് എന്ത് ടൈപ്പ് ഓഫ് ഫാലസി ആണെന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഇസ് ആക്ച്വലി ബെഗിങ് ദ ക്വസ്റ്റ്യൻ. കാരണം ആ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് സെൽഫ് പറഞ്ഞു ആപ്പിൾ ഐഫോൺ ഇസ് ദ ബെസ്റ്റ് എന്ന് അതിൽ തന്നെ പറഞ്ഞു. പിന്നെ വൈ എന്നുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ട് ബെസ്റ്റ് ആവുന്നു എന്നുള്ളതല്ല, അത് എന്തുകൊണ്ട് ദ ബെസ്റ്റ് അല്ലെങ്കിൽ അതിനൊരു ആളുകൾ എന്തുകൊണ്ട് അതിനെ എടുക്കുന്നു അല്ലെങ്കിൽ ആളുകൾ എന്തുകൊണ്ട് അതിനോട് ഇത്രമാത്രം ഒരു പോപ്പുലാരിറ്റി കാണിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ദ ബെസ്റ്റ് എന്നുള്ള ഉത്തരം ആ ഒരു ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത്തരം കണ്ടീഷൻസിനെ അത്തരം സിറ്റുവേഷൻസിനെയാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയാം. നമ്മളോട് പറഞ്ഞ പ്രിമൈസിൽ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ ആർഗ്യുമെന്റിൽ തന്നെ അതിന്റെ കൺക്ലൂഷൻ ഇൻബിൽട്ട് ആയിരിക്കും. ഇവിടെ കൊടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റഫർ നോളൻ ഈസ് ദ ബെസ്റ്റ് ഡയറക്ടർ ഇൻ ദ വേൾഡ്. ഓക്കെ, ക്രിസ്റ്റഫർ നോളൻ ഈസ് ദ ബെസ്റ്റ് ഡയറക്ടർ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ക്യാൻ യു ജസ്റ്റിഫൈ ഇട്ട് എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രിസ്റ്റഫർ നോളൻ ഇഷ്ടപ്പെടുന്നത് ചോദിക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടിപ്പുറത്ത് പറഞ്ഞ ആർഗ്യുമെന്റിന്റെ കഷ്ണത്തിൽ തന്നെ ഉണ്ട് ഹീസ് ദ ബെസ്റ്റ്. നമ്മളോട് പറഞ്ഞ പ്രിമൈസ് സ്റ്റേറ്റ്മെന്റിൽ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉത്തരം ഇൻബിൽട്ട് ആയിരിക്കുന്ന കേസുകളെയാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് അതിന്റെ സൊല്യൂഷൻ ഉണ്ടാവും, ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് അതിന്റെ റീസൺ ഉണ്ടാവും, ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് അതിന്റെ കൺക്ലൂഷൻ ഉണ്ടാവും എന്ന് പറയുന്ന സാധനം. പ്രിമൈസും കൺക്ലൂഷനും ഇക്വാലന്റ് ആയിരിക്കും എന്ന് പറയുന്ന കേസ്, ഇതിനെയാണ് എന്ത് വിളിക്കുക? പെറ്റീഷ്യോ പ്രിൻസിപ്പായി എന്ന് വിളിക്കുക. ക്ലിയർ? ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് എന്തിൽ പറയാനുണ്ട്? ഫാലസി ഓഫ് പ്രിസംഷന്റെ അകത്ത് പറയാനുണ്ട്. അതിലൊന്ന് ഫോൾസ് ഡിലമ്മയാണ്, അടുത്തത് ആർഗ്യുമെന്റും ആഡ് ഇഗ്നോറേഷ്യമാണ്. ഫോൾസ് ഡിലമ്മ എന്ന് പറഞ്ഞാൽ എന്താ? ഡിലമ്മയുടെ മലയാളം അറിയോ? ഡിലമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മസങ്കടത്തിലാവാ. എന്ത് ചെയ്യണം? പോണോ പോണ്ടേ, വരണോ വരണ്ടേ, ഇരിക്കണോ നിക്കണോ, ആ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. എന്തപ്പോ ചെയ്യാന്നുള്ള ധർമ്മസങ്കടത്തിലാവുക എന്നുള്ള അവസ്ഥ തന്നെയാണ് ഡിലമ്മയിലാവുക എന്ന് പറയാം. അപ്പൊ ഫോൾസ് ഡിലമ്മ എന്ന് പറഞ്ഞ ഒരു ഫാലസിയാണ്. അതായത് നമ്മള് രണ്ട് ചോയ്സേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളേ, രണ്ട് ചോയ്സ് നമ്മളെ കയ്യിൽ ഉണ്ടാവുള്ളൂ. അതിൽ ഏതെടുക്കണം എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവുക. രണ്ട് റെലവന്റ് പോസിബിലിറ്റീസേ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. അതിൽ ഏതെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധർമ്മസങ്കടം വരുമ്പം മറ്റേതും എടുക്കാൻ തോന്നുന്നുണ്ട്, ഇതും എടുക്കാൻ തോന്നുന്നുണ്ട്. ഏതെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല, ഏതെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒന്നിനെ എടുക്കും, അത് തെറ്റിപ്പോയാൽ ഇറ്റ് ഇസ് ഫോൾസ് ഡിലമ്മ എന്ന് പറയും. ലവ് ഓർ ലീവ്, ഒന്നുകിൽ അതിനെ അങ്ങോട്ട് സ്നേഹിക്കുക, അല്ലെങ്കിൽ അതിനിട്ട് അങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു ഒപ്പോസിഷൻസ്, ബൈനറി ഓപ്പോസിഷൻസിന്റെ അകത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവുക എന്ന് പറയും. അതിനെയാണ് ഫോൾസ് ഡിലമ്മ എന്ന് പറയാം. ക്ലിയർ? ഫോൾസ് ഡിലമ്മ. കാറ്റഗറൈസേഷൻ മറന്നു പോകരുത്. ഫാലസി ഓഫ് പ്രിസംഷന്റെ അണ്ടറിലാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ള സാധനങ്ങളും കൂടി കൂടെ പഠിക്കണം. അടുത്ത് പറയട്ടെ. Can we move to the next? സ്പീഡ് കൂടുന്നുണ്ടോ? ഏതാണെന്നൂടെ പറയണ്ടേ? ഫോൾസ് ഡിലമ്മയാണോ? ഫോൾസ് ഡിലമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ രണ്ട് പോസിബിലിറ്റികൾ ഉണ്ടാവും, റെലവെന്റ് പോസിബിലിറ്റികൾ ഉണ്ടാവും. രണ്ടെണ്ണേ ഉണ്ടാവുള്ളൂ. ഇതിൽ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ആവുന്ന അവസ്ഥ, വിച്ച് ഇസ് നോൺ ആസ് ഫോൾസ് ഡിലമ്മ. ലവ് ഓർ ലീവ്, സ്നേഹിക്കണോ ഇട്ടച്ച് പോണോ, ഇരിക്കണോ നിക്കണോ, വരണോ പോണോ എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഇതിനെയാണ് എന്ത് വിളിക്കുക? ഫോൾസ് ഡിലമ്മ. രണ്ട് പോസിബിൾ ചോയ്സ് ഉണ്ടാവുള്ളൂ. അതിൽ ഏതെങ്കിലും നിങ്ങൾ എടുക്കണം. ഏതെടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നു, ഏതെടുത്താലും നിങ്ങൾക്ക് തെറ്റിപ്പോവും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ദാറ്റ് ഇസ് ഫോൾസ് ഡിലമ്മ. ക്ലിയർ? ചോദിച്ചാളും ബാക്കിയുള്ളവരും. അതെന്റെ അസുഖമാണ്. ഓക്കെ, നമുക്ക് എല്ലാ ഫാലസികളും നമ്മളെ ലൈഫായിട്ട് കണക്ട് ചെയ്യാട്ടോ. അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴേ ഫാലസികൾ ഓർത്ത് വെക്കാൻ പറ്റും. അല്ലാണ്ട് ഇത്രയും ഒരുപാട് ഫാലസികൾ ഉണ്ട്, ഇതിനൊക്കെ അതിന്റെ ഡെഫിനിഷനും അതിന്റെ സംഭവങ്ങളും എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആകെ ഒരു 5 ചോദ്യത്തിൽ ഒരു ചോദ്യം കണ്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അതിന് ഇത്രയും ഓർത്ത് വെക്കുക എന്നുള്ളത് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൾട്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം.
ഓക്കെ, അങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്തത് ആർഗ്യുമെന്റം ആഡ് ഇഗ്നോറേഷ്യം ആണ്. ആർഗ്യുമെന്റം ആഡ് ഇഗ്നോറേഷ്യം അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നോറൻസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഞാനൊരു പേന എടുക്കട്ടെ. ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നോറൻസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റം ആഡ് ഇഗ്നോറേഷ്യം അതിന്റെ ലാറ്റിൻ ടേം ആണ്. അല്ലെങ്കിൽ അപ്പീൽ ടു ഇഗ്നോറൻസ് എന്നും അതിനെ പറയാം. ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നോറൻസ് അല്ലെങ്കിൽ അപ്പീൽ ടു ഇഗ്നോറൻസ് എന്നും പറയാം. അതായത് തെളിവില്ല എന്നുള്ളത് കൊണ്ട് ഓക്കെ ഞാൻ അതിനെ ഇഗ്നോർ ചെയ്യുന്നു. തെളിവില്ല, ലാക്ക് ഓഫ് എവിഡൻസ് എന്നാ പറയാ. തെളിവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഇഗ്നോർ ചെയ്യുന്നു. അതിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള എക്സാമ്പിൾ ആണ് താഴെയുള്ളത്. ദർ ഇസ് നോ പ്രൂഫ് ഓഫ് ഡൈയിങ് ഫ്രം ആൽക്കഹോൾ സോ ഐ വിൽ ഡ്രിങ്ക്. അതായത് കള്ള് കുടിച്ചിട്ട് ആളുകൾ മരിക്കുന്നു എന്നുള്ളതിന് എവിഡന്റ് ആയിട്ടുള്ള തെളിവുകളൊന്നും ലോകത്തുനിന്നില്ല എന്നൊരാൾ പറയാണ്. കള്ള് കുടിച്ചിട്ട് ആളുകൾ മരിച്ചു പോവും എന്നുള്ളതിന്. കാരണം ആളുകൾ മരിക്കുന്നതിന് മറ്റെന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടായേക്കാം. കള്ളു കുടിച്ചിട്ടാണ് ആളുകൾ മരിക്കുന്നത് എന്നുള്ളതിന് സോളിഡ് ആയിട്ടുള്ള തെളിവുകളൊന്നും ലോകത്തില്ലാത്തതുകൊണ്ട് ഞാൻ കുടിക്കും എന്ന് പറയുന്ന സാധനമാണ് എന്ത്? ആർഗ്യുമെന്റ് ആഡ് ഇഗ്നോറേഷൻ. തെളിവില്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ പറഞ്ഞതിനെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. നിങ്ങൾക്ക് അതിന് തെളിവ് കൊണ്ടുവരാൻ പറ്റുമോ? ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ തെളിവ് കൊണ്ടുവരാൻ പറ്റാത്ത കാലത്തോളം ഐ വിൽ ഡ്രിങ്ക്. ഓക്കെ, ദൈവം ഉണ്ടോ ദൈവം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദൈവം ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നെങ്കിൽ can you get me a proof എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പ്രൂഫ് കൊടുക്കാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് കൊണ്ടുതരാൻ കഴിയാത്തിടത്തോളം കാലം ഞാൻ നിരീശ്വരവാദിയെ തുടരും എന്നൊരാൾ പറഞ്ഞാൽ ദാറ്റ് ഇസ് ആർഗ്യുമെന്റ് ആഡ് ഇഗ്നോറേഷൻ. നേരെ തിരിച്ചു കേട്ടോ. അപ്പൊ തെളിവില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ഒരാളുടെ ആർഗ്യുമെന്റിനെ, നമ്മൾ ഒരാൾ പറഞ്ഞ കാര്യത്തെ ജസ്റ്റ് ഇഗ്നോർ എന്ന് പറയുന്ന സാധനമാണ്. ആ ഇഗ്നോർ ചെയ്യുന്നതിൽ ഒരു ഫാലസി സംഭവിച്ചിട്ടുണ്ടാവും. ഇഗ്നോർ ചെയ്യുന്നതിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും. അതായത് കള്ളു കുടിച്ചിട്ട് ആളുകൾ മരിച്ചു പോകും എന്നുള്ളത് തെളിവില്ലല്ലോ, ഞാൻ കുടിക്കും എന്ന്, അതുകൊണ്ട് ഞാൻ കുടിക്കും എന്ന് പറയുമ്പോൾ അയാൾ എടുക്കുന്ന തീരുമാനം ഒരു അട്ടർ മിസ്റ്റേക്ക് ആണെന്ന് കേൾക്കുന്ന നമുക്കറിയാം. ദാറ്റ് ഇസ് ആർഗ്യുമെന്റ് ആഡ് ഇഗ്നോറേഷൻ. ഓക്കെ, ക്ലിയർ? ഇതിനെയാണ് ആർഗ്യുമെന്റും ആഡ് ഇഗ്നോറേഷൻ എന്ന് പറയാം. പിന്നെ പേഴ്സണൽ ആയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ റെക്കോർഡ് സെഷനിൽ പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല. നമ്മള് ഈ ചില ആളുകളുടെ പത്രസമ്മേളനങ്ങൾ കാണുന്ന സമയത്തൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ സാധനം മൂടും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിന്റെ പത്രസമ്മേളനങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് ആർഗ്യുമെന്റും ആഡ് ഇഗ്നോറേഷൻ ആണ്. കാരണം പുള്ളി പറയണൊക്കെ തെറ്റാണെന്ന് മേ ബി പുള്ളിക്ക് തന്നെ അറിയാൻ മതിയോ, പക്ഷെ എന്നാലും പുള്ളി ഒരിക്കലും സമ്മതിച്ചു തരില്ല. പിന്നെയും പുള്ളി എന്ത് ചെയ്യും, ഈ ഒരു അട്ടർ ബ്ലണ്ടേഴ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ, ആ ടൈപ്പ് ഓഫ് സംഭവം. അപ്പം നിങ്ങൾക്ക് തെളിവുണ്ടോ എന്നുള്ള ടൈപ്പ് ടോണാണ് പുള്ളിയുടെ സംസാരങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. സോ എനിക്കത് കേൾക്കുമ്പോഴൊക്കെ അത് ആർഗ്യുമെന്റും ആഡ് ഇഗ്നോറേഷൻ ആണെന്ന് തോന്നാറുണ്ട്. ഓക്കെ, അങ്ങനെ വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് ആളുകൾ പറയുന്ന സാധനങ്ങള് അല്ലെങ്കിൽ മൂവീസിലെ ചില സീനുകൾ വരുന്ന സമയത്തൊക്കെ നോക്കാം, ഒരുപാട് ഫാലസികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സിറ്റുവേഷൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ക്യാൻ വി മൂവ്? ഇതോടുകൂടി ഫാലസി ഓഫ് പ്രിസംഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി, ഏത് കാറ്റഗറി? നമ്മുടെ ഇൻഫോർമൽ ഫാലസിയുടെ ആദ്യത്തെ കുട്ടിയായ ഫാലസി ഓഫ് പ്രിസംഷന്റെ കുട്ടികളെ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞു? എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഒന്നൊരു വയസ്സിയെ ജസ്റ്റ് ഒന്ന് സ്പീഡിലൊക്കെ പറഞ്ഞു കേട്ടോ. അതായത് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചോദിച്ച് നമ്മളെ കുഴപ്പിക്കുക, എന്തുത്തരം പറഞ്ഞാലും നമ്മൾ പെട്ടുപോകും എന്ന് പറയുന്ന കേസാണ് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഫാലസി അല്ലെങ്കിൽ ലോഡഡ് ക്വസ്റ്റ്യൻ ഫാലസി. ഹാസ്റ്റി ജനറലൈസേഷൻ ഫാലസി എന്ന് പറഞ്ഞാൽ തിടുക്കപ്പെട്ട് നമ്മളൊരു കാര്യം, ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കുകയും അത് തെറ്റിപ്പോവുകയും ചെയ്യുന്ന കേസ്. പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഈവന്റ് സംഭവിച്ചത് കാരണമായിട്ടാണ് ബി എന്ന് പറയുന്ന ഈവന്റ് സംഭവിച്ചത്, ബി സംഭവിക്കാൻ കാരണം എ ആണ് എന്ന് പറയുന്ന കേസ്. കം ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക് എന്ന് പറയുന്നത് എയും ബിയും ഒരേ സമയത്ത് സംഭവിക്കും. ഈ വന്ന് കറണ്ട് പോയി, ഓക്കെ, ഈ ഫോൺ എടുത്ത് കേടായി എന്ന് പറയുന്ന സാധനമാണ് എന്ത്? കം ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക്. ഫാലസി ഓഫ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ആകസ്മികമായ അപൂർവമായ കാര്യങ്ങളെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാം. പെൻഗിൻ ഒരു പക്ഷിയാണ്, പെൻഗിൻ പറക്കാറില്ല, അതുകൊണ്ട് ഞാൻ പറയാണ് ലോകത്തുള്ള ഒരു പക്ഷികളും പറക്കാറില്ല എന്ന് ജനറലൈസ് ചെയ്ത് പറയുകയും അത് തെറ്റിപ്പോവുകയും ചെയ്യുന്ന കേസാണ് ഫാലസി ഓഫ് ആക്സിഡന്റ്. സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി അല്ലെങ്കിൽ കേമൽ നോസ് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ നമ്മൾ പറഞ്ഞ് തെറ്റിപ്പിക്കുന്ന കേസ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകളെ വി കൻ കോൾ സ്ലിപ്പറി സ്ലോപ്പ്. സ്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, തെറ്റുകൾ ഇങ്ങനെ മേൽക്കുമേൽ വരുത്തിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത ടു കോക്ക് ഫാലസി അല്ലെങ്കിൽ U2 എന്ന് പറയും. നിങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ്
അഡ്വൈസ് ചെയ്യുന്നത്? നിങ്ങളും സിഗരറ്റ് വലിക്കണേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ സിഗരറ്റ് വലിക്കരുത് നിങ്ങൾ എങ്ങനെയാ പറയാ എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് ഇസ് ടു കോക്ക് ഫാലസി. ഇനി അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫാക്റ്റിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, കാരണം അത് അൺഇന്റൻഷണൽ ഫാലസിയിലാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, ഞാൻ കേരളത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയിലാണ്, ഞാൻ തിരുവനന്തപുരത്ത് അല്ല എന്നൊരാൾ പറഞ്ഞാൽ തിരുവനന്തപുരം കേരളത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ആണ് എന്ന ഫാക്റ്റിനെ അയാൾ ഇഗ്നോർ ചെയ്യുന്നു എന്നാണ് പറയാ. സർക്കുലർ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു തുടങ്ങിയത് തന്നെ തിരിച്ചെത്തുക, സർക്കുലസ് ഇൻ പ്രൊബാൻഡോ എന്ന് പറയും. ബെഗിങ് ദ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പെറ്റീഷ്യോ പ്രിൻസിപ്പ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റിൽ തന്നെ കൺക്ലൂഷൻ ഉണ്ടായിരിക്കുകയും വി കാൻ ബെഗ് ദ ആൻസർ ദ കൺക്ലൂഷൻ ടു ദ പ്രൊമൈസ് എന്ന് പറയുന്ന കേസാണ് എന്ത്, ബെഗിങ് ദ ക്വസ്റ്റ്യൻ. ബെഗ് ടു ദ ക്വസ്റ്റ്യൻ, ബെഗ് ടു ദ യാചിക്ക, ദ കൺക്ലൂഷൻ യു കാൻ ബെഗ് ടു ദ ക്വസ്റ്റ്യൻ ടു ദ പ്രൊമൈസ് എന്ന് പറയുന്ന കേസ്. അടുത്ത ഫോൾസ് ഡിലമ്മ. നമ്മുടെ കയ്യിൽ രണ്ടേ രണ്ട് ചോയ്സേ ഉണ്ടാവുള്ളൂ, അതിലേതെങ്കിലും ഒന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോയ്സ്. അതിലേതെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൺഫ്യൂഷൻ ആവുമ്പോൾ ഇറ്റ്സ് ഫോൾസ് ഡിലമ്മ. അടുത്ത ആർഗ്യുമെന്റ് ആഡ് ഇഗ്നോറേഷൻ. ആർഗ്യുമെന്റ് ആഡ് ഇഗ്നോറേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ഞാൻ ഇഗ്നോർ ചെയ്യുന്നു. ദിസ് ഇസ് ആർഗ്യുമെന്റ് ആഡ് ഇഗ്നോറേഷൻ. ഓക്കെ, ഇനി can we move to the second child of informal fallacy? ഇൻഫോർമൽ ഫാലസിയുടെ രണ്ടാമത്തെ കുട്ടിയിലേക്ക് കയറട്ടെ. ഓക്കെ, രണ്ടാമത്തെ കുട്ടി ഫാലസി ഓഫ് ആംബിഗിറ്റി ആണ്. ആംബിഗിറ്റി എന്ന് പറഞ്ഞാൽ ആംബിഗസ്, ദ്വയാർത്ഥങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിന്. ആംബിഗസ് ആണ് എന്ന് പറഞ്ഞാൽ തന്നെ ദ്വയാർത്ഥം ഫീൽ ചെയ്യുക, ഡബിൾ മീനിങ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ആംബിഗിറ്റിയുടെ അർത്ഥം. അപ്പൊ ആ ഒരു സ്വഭാവം വരുന്ന കുറച്ച് ഫാലസികളാണ് ഫാലസി ഓഫ് ആംബിഗിറ്റിക്ക് അകത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ആക്സെന്റ് ഫാലസി ഉണ്ട്, ഇക്വിവൊക്കേഷൻ ഫാലസി ഉണ്ട്, ആംഫിബോളി ഉണ്ട്, സ്ട്രോമാൻ ഫാലസി ഉണ്ട്, ഫാലസി ഓഫ് കമ്പോസിഷൻ ഉണ്ട്, ഫാലസി ഓഫ് ഡിവിഷൻ ഉണ്ട്. ഇതോരോന്നും നമുക്ക് പറയാട്ടോ. ഫാലസി ഓഫ് ആംബിഗിറ്റി, ദ്വയാർത്ഥം ഫീൽ ചെയ്യുന്ന കണ്ടീഷനുകളെയൊക്കെ നമുക്ക് ഫാലസി ഓഫ് ആംബിഗിറ്റി എന്ന് പറയാം. അതിൽ ആദ്യത്തേതാണ് ആക്സെന്റ് ഫാലസി. ആക്സെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു, നമ്മൾ അതിനെ എങ്ങനെ ഉച്ചരിക്കുന്നു എന്നുള്ളതിന്റെ ബേസിലാണ് ആക്സെന്റ്. ആക്സെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഉച്ചാരണമാണ്, നമ്മളെ സ്ലാങ്ങിന്റെ പ്രൊനൗൺസിയേഷൻ ആണ് ആക്സെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആക്സെന്റ് മാറുമ്പം അർത്ഥം മാറും. നമ്മളെ ആക്സെന്റ് മാറുമ്പം അർത്ഥം മാറും. അതായത് ആക്സെന്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സെന്റൻസിൽ നമ്മൾ എവിടെയൊക്കെ സ്ട്രെസ് കൊടുക്കുന്നു, എവിടെയൊക്കെ സ്ട്രെസ് കൊടുക്കുന്നില്ല, എവിടെയൊക്കെ ടോൺ കൂട്ടി പിച്ച് കൂട്ടി പറയുന്നു, ഇതാണ് ആക്സെന്റിന്റെ. ഞാൻ സംസാരിക്കുന്ന ആക്സെന്റിലായിരിക്കൂല എന്റെ വീട്ടിലെ വേറൊരാൾ ഇതേ മലയാളം സംസാരിക്കുന്നുണ്ടാവുക. കാരണം നമ്മുടെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എവിടെയൊക്കെ സ്ട്രെസ് കൊടുക്കുന്നു, എവിടെയൊക്കെ ടോൺ കൂട്ടുന്നു, പിച്ച് കുറയ്ക്കുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ ഓരോ വ്യക്തിക്കും ആക്സെന്റ് യുണീക്ക് ആയിരിക്കും. അപ്പൊ ആക്സെന്റ് മാറിയ മീനിങ് മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനിങ് മാറും. ഇപ്പൊ സപ്പോസ് അതിന് സ്ഥിരമായിട്ട് നമ്മൾ പറയാറുള്ളൊരു എന്താ പറയാ ഒരു എക്സാമ്പിൾ ഉണ്ട്. സ്ഥിരമായിട്ട് പറയാറുള്ള ഒരു എക്സാമ്പിൾ എന്താ പറയാ, ഭാര്യയെ തല്ലുന്നു എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. ആ സാധനം കുറച്ച് സ്ത്രീവിരുദ്ധമായതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല. ഞാൻ വേറെ സംഭവം പറയാം. ഐ ഡോണ്ട് ബീറ്റ് മൈ ചൈൽഡ് എന്ന് പറഞ്ഞ സാധനം, ഞാൻ എന്റെ കുട്ടിയെ തല്ലാറില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. ഞാൻ എന്റെ കുട്ടിയെ തല്ലാറില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റിന് 4ഓളം മീനിങ്ങുകൾ നമുക്ക് പറയുന്ന ആൾ ഏത് രീതിയിൽ പറയുന്നു എന്നനുസരിച്ച് 4 തരത്തിൽ മീനിങ് ഉണ്ടാവും എന്നാണ് പറയാം. അതായത് ഞാൻ എന്റെ കുട്ടിയെ തല്ലുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റില് ഞാൻ എന്നുള്ള വാക്കിന് ഊന്നൽ കൊടുത്താണ് ഞാൻ പറയുന്നതെങ്കിൽ, ഞാൻ എന്നുള്ള വാക്കിന് സ്ട്രെസ് കൊടുത്ത് ഞാൻ ആ സെന്റൻസ് പറയാന്ന് വിചാരിക്കുക. ഇങ്ങനെ, ഞാൻ എന്റെ കുട്ടിയെ തല്ലിയിട്ടില്ല. അപ്പൊ ഞാൻ അല്ലാതെ വേറെ ആരോ എന്റെ കുട്ടിയെ തല്ലിയിട്ടുണ്ട് എന്ന് കേൾക്കുന്ന ആൾക്ക് മീനിങ് തോന്നിയാൽ അതിൽ തെറ്റ് പറയാൻ പറ്റൂല. ഓക്കെ, ഞാൻ ഒരാളോട് പറയാണ് ഞാൻ എന്റെ കുട്ടിയെ തല്ലിയിട്ടില്ല. അപ്പൊ കേൾക്കുന്ന ആൾക്ക് തോന്നാണ് നിങ്ങളല്ലാതെ വേറെ ആരോ അതിനെ തല്ലുന്നുണ്ടല്ലോ എന്നൊരാൾക്ക് തോന്നിയാൽ അതിന് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഞാൻ എന്നുള്ളത് മാത്രമേ ഞാൻ ഊന്നിയിട്ടുള്ളൂ. എന്റെ കുട്ടിയെ ആരും തല്ലുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ കുട്ടിയെ തല്ലാറില്ല. അപ്പൊ വീട്ടിലുള്ള പുറയിലുള്ള വേറെ ആർക്കും അതിനെ തല്ലുന്നുണ്ട് എന്ന് കേൾക്കുന്ന ഒരാൾക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതേ സെന്റൻസേ എന്റെ എന്നുള്ളതിനെ സ്ട്രെസ് കൊടുത്ത് പറയാന്ന് വിചാരിക്കുക, ഞാൻ എന്റെ കുട്ടിയെ തല്ലിയിട്ടില്ല. അപ്പൊ കേൾക്കുന്ന ആൾക്ക് തോന്നാം നിന്റെ കുട്ടിയെ അല്ലാതെ നീ വേറെ ഏതോ കുട്ടീനെ സ്ഥിരമായിട്ട് തല്ലുന്നുണ്ട് എന്ന് കേൾക്കുന്ന ആൾക്ക് തോന്നിയാൽ അതിൽ തെറ്റ് പറയാൻ പറ്റൂല. കാരണം അത് അയാൾക്ക് അത് കേട്ടപ്പോ തോന്നിയ തോന്നലാണ്. ആംബിഗസ്, ദ്വയാർത്ഥം ഫീൽ ചെയ്യാം ആക്സെന്റ് മാറുമ്പോ. ഇനി ഞാൻ കുട്ടി എന്നുള്ളതിനാണ് ഊന്നൽ കൊടുക്കുന്നത് വിചാരിക്കാൻ, ഞാൻ എന്റെ കുട്ടിയെ തല്ലിയിട്ടില്ല. അപ്പൊ കുട്ടിയെ അല്ലാതെ ഞാൻ വേറെ ആരെയോ തല്ലുന്നുണ്ട് എന്ന് കേൾക്കുന്ന ആൾക്ക് തോന്നിയാലും തെറ്റ് പറയാൻ പറ്റൂല.
ഇനി തല്ലിയിട്ടില്ല എന്നുള്ളതിനാണ് ഞാൻ ഊന്നൽ കൊടുക്കുന്നത് വിചാരിക്കാം. ഞാൻ എന്റെ കുട്ടിയെ തല്ലിയിട്ടില്ല. അപ്പൊ തല്ലല്ലാതെ ഞാൻ അതിനെ വേറെന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ള അർത്ഥം കേൾക്കുന്ന ഒരാൾക്ക് തോന്നിയാൽ അതിലും തെറ്റ് പറയാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്, ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഏത് ആക്സെന്റിലാണ് പറയുന്നത് എന്നുള്ളത് കേൾക്കുന്ന ആൾക്ക് പല രീതിയിൽ മിസ്കമ്മ്യൂണിക്കേഷനും മിസ്ലീഡ് ചെയ്യാനും ദ്വയാർത്ഥങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സാധ്യതകളാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കാത്തൊരു മീനിങ് അപ്പുറത്തുള്ളവൻ ഉണ്ടാക്കിയാൽ അത് തെറ്റായിരിക്കും. ഓക്കെ, ആ തെറ്റിനെയാണ് ആക്സെന്റ് ഫാലസി എന്ന് പറയാം. നമ്മുടെ ലൈഫിലൊക്കെ എത്രയോ വട്ടം വരുന്ന ഒരു സാധനമാണ് ആക്സെന്റ് ഫാലസി എന്ന് പറഞ്ഞാൽ. നമ്മൾ വിചാരിച്ച് നമ്മൾ പറഞ്ഞ സാധനം എല്ലാം ഓപ്പോസിറ്റ് വന്ന സമയത്ത് തന്നെ നരേഷൻ വന്നിട്ടുണ്ടാവുക. ദിസ് ഇസ് ആക്സെന്റ് ഫാലസി. ക്ലിയർ? ക്ലിയർ ആണോ? അടുത്താണ് ഇക്യുവൊക്കേഷൻ ഫാലസി. ഇക്യുവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് ഈക്വാലിറ്റി ആണ്. ഈക്വാലിറ്റി, വി വിൽ ഫീൽ ദ ഈക്വൽ മീനിങ് എന്ന് പറയുന്ന സാധനമാണ്. അതായത് ഇക്യുവൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സ്പെല്ലിങ്ങും ഒരേ പ്രൊനൗൺസിയേഷനും ഉള്ള വാക്കുകൾ പക്ഷെ ഡിഫറെന്റ് മീനിങ് ആയിരിക്കാം എന്ന് പറയുന്ന സാധനം. ഞാനിപ്പോ സപ്പോസ് വവ്വാലിനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. വവ്വാലിനെ കുറിച്ച് ഇംഗ്ലീഷിൽ ഞാൻ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. വവ്വാലിന് ബാറ്റ് എന്നാണ് പറയാം. അപ്പൊ ഞാൻ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫ്രണ്ടിനോട് വവ്വാലിനെ കുറിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കണം. അപ്പൊ ആ സംസാരത്തിലുടനീളം ഞാൻ പലവട്ടം ബാറ്റ് എന്ന് യൂസ് ചെയ്യും, കാരണം വവ്വാലിന് ബാറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. പക്ഷെ ഓപ്പോസിറ്റ് നിന്ന് കേൾക്കുന്ന ആൾക്ക് അയാളുടെ അറിവിന്റെ പരിമിതിക്കകത്ത് ബാറ്റ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റ് എന്ന് മാത്രമേ അറിയുമായിരുന്നു എങ്കിൽ ഞാൻ വവ്വാലിനെ കുറിച്ച് പറയുന്ന ഒരു സാധനം അയാൾക്ക് മനസ്സിലാവില്ല. കാരണം അയാൾ ബാറ്റ് എന്ന് കേൾക്കുമ്പോഴൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ബാറ്റിനെ കുറിച്ചായിരിക്കും ആലോചിക്കുന്നത്, കാരണം അയാൾക്ക് അതേ അറിയൂ. അതുപോലെ ബാർക്ക്, BARK, ബാർക്ക് എന്ന് പറയുന്ന വാക്ക്, ബാർക്ക് നായ കുരയ്ക്കുന്നതിനും ബാർക്ക് എന്നാണ് പറയാ. മരത്തിന്റെ തൊലിക്കും ബാർക്ക് എന്നാണ് പറയാ. അപ്പൊ ഞാൻ നായ കുരയ്ക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അപ്പുറത്ത് മനസ്സിലാക്കുന്ന ആള് മരത്തിന്റെ തൊലിയെ കുറിച്ചാണ് മനസ്സിലാക്കണമെങ്കിൽ ദിസ് ഇസ് മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, മറ്റേ കോഴിയെ റേഡിയോ കേട്ട് ചെയ്യുന്ന പരിപാടി, അവിടെയൊക്കെ ഇക്വക്കേഷൻ ആണ് ആ കൈൻഡ് ഓഫ് സാധനം നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഒരേ പ്രൊനൗൺസിയേഷനും ഒരേ സിമിലാറിറ്റി തോന്നുന്ന കാര്യങ്ങൾ സെന്റൻസുകളിൽ ഉണ്ടായിരിക്കും, പക്ഷെ കൺവേ ചെയ്യപ്പെടുന്ന മീനിങ് ഡിഫറെന്റ് ആയിരിക്കുകയും ചെയ്യുമ്പോൾ വിച്ച് ഇസ് നോൺ ആസ് ഇക്വക്കേഷൻ. ഒരു ദ്വയാർത്ഥത്തിനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ? ക്ലിയർ ആണോ? സമീമോ? അടുത്താണ് ആംഫിബോളി. ആംഫിബോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്സെന്റോ സെയിം വേർഡോ അല്ല, നേരെ മറിച്ച് ഗ്രമാറ്റിക്കൽ കൺസ്ട്രക്ഷനിൽ വരുന്ന മിസ്റ്റേക്കുകൾ ദ്വയാർത്ഥം തരിക എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ പങ്ക്ച്വേഷൻസ് ഇടുന്നതിൽ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറുന്നു പറയും. അതിന് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത്, നമ്മൾ പറയാറുള്ളത് എക്സാമ്പിൾ ആണ് നിങ്ങൾ കാണുന്നത്, ഫ്രീ ഹിം നോട്ട് ഹാങ് ഹിം എന്നുള്ള സാധനം. ഫ്രീ ഹിം നോട്ട് ഹാങ് ഹിം. ഇപ്പൊ ഫ്രീ ഹിം നോട്ട് ഹാങ് ഹിമിന് ഇപ്പൊ ഉള്ള കോമ ഇവിടെയാണ്. ഇവിടെ കോമ ഇട്ടാൽ ഫ്രീ ഹിം നോട്ട് ഹാങ് ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സ്വതന്ത്രമാക്കൂ, അവനെ സ്വതന്ത്രമാക്കൂ, തൂക്കിക്കൊല്ലരുത് എന്നുള്ളതാണ്. ഇനി ഇതേ കോമയെ ഞാൻ ഹിമ്മിന്റെ അവിടെ അല്ല ഇടുന്നത് വിചാരിക്കും, പകരം നോട്ടിന്റെ അവിടെയാണ് ഇടുന്നെങ്കിൽ ഫ്രീ ഹിം നോട്ട്, അവനെ സ്വതന്ത്രമാക്കരുത്, ഹാങ് ഹിം, തൂക്കിക്കൊല്ലു എന്നുള്ള സാധനം. കോമ മാറിയപ്പം സെയിം സെന്റൻസിന് എന്ത് സംഭവിച്ചു? രണ്ട് അർത്ഥ തലങ്ങൾ ഉണ്ടായി. ഫ്രീ ഹിം കഴിഞ്ഞ് കോമ ഇട്ട ഫ്രീ ഹിം, അവനെ സ്വതന്ത്രനാക്കൂ, നോട്ട് ഹാങ് ഹിം, അവനെ തൂക്കിക്കൊല്ലരുത്. ഇനിയോ ഫ്രീ ഹിം നോട്ട് കഴിഞ്ഞാണ് കോമ ഇടുന്നെങ്കിലോ ഫ്രീ ഹിം നോട്ട്, അവനെ സ്വതന്ത്രനാക്കരുത്, ഹാങ് ഹിം, തൂക്കിക്കൊല്ലു. ഓപ്പോസിറ്റ് മീനിങ് വന്നു. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന കേസുകളെ നമുക്ക് എന്ത് വിളിക്കാം? ആംഫിബോളി എന്ന് വിളിക്കാം. ഓക്കെ, can we move? പറയൂ. അതായത് നമ്മൾ പങ്ക്ച്വേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രമാറ്റിക്കൽ സ്ട്രക്ചറിന്റെ കാരണം കൊണ്ട് ദ്വയാർത്ഥങ്ങൾ ഉണ്ടാവാന്ന് പറയും. കോമ ഇടുന്നത് മാറിപ്പോയാൽ, കോമ ഇട്ട പൊസിഷൻ മാറിപ്പോയാൽ ഒരേ സെന്റൻസിന് രണ്ട് മീനിങ് വരാം. ഫ്രീ ഹിം കഴിഞ്ഞ് കോമ ഇട്ടിട്ട് ബാക്കി വായിച്ചാൽ എന്തായി? ഫ്രീ ഹിം നോട്ട് ഹാങ് ഹിം, അവനെ സ്വതന്ത്രനാക്കൂ, നോട്ട് ഹാങ് ഹിം, തൂക്കിക്കൊല്ല. കോമയുടെ ഉപയോഗം എന്താ? ഒരു ടെമ്പററി ഫുൾ സ്റ്റോപ്പ് ഇടുക, ഒന്ന് നിർത്തി വായിക്കുക എന്നുള്ളതാണ് കോമ കൊണ്ടൊരു സെന്റൻസിൽ കോമ വരുമ്പോൾ ഉള്ളതിന്റെ ഒരു യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഫ്രീ ഹിം നോട്ട് ഹാങ് ഹിം, അവനെ സ്വതന്ത്രനാക്കൂ, തൂക്കിക്കൊല്ലരുത്. ഇനി നോട്ട് കഴിഞ്ഞാണ് കോമ ഇടുന്നെങ്കിലോ ഫ്രീ ഹിം നോട്ട്, അവനെ സ്വതന്ത്രനാക്കരുത്, ഹാങ് ഹിം, തൂക്കിക്കൊല്ലു എന്നായി അർത്ഥം. ക്ലിയർ?
ഇനി അടുത്താണ് സ്ട്രോ മാൻ ഫാലസി. സ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കൻ കോൾ ഇറ്റ് ആസ് വൈക്കോൽ തുരു എന്ന് പറയുന്ന സാധനം. സ്ട്രോ വൈക്കോലാണ്. സ്ട്രോ മാൻ ഫാലസി. സ്ട്രോ മാൻ ഫാലസി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ പറഞ്ഞ് തള്ളിമറിച്ച് ഒരു വിലയില്ലാണ്ടാക്കുക എന്ന് പറഞ്ഞു. എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ് അതിന് വൈക്കോലിന്റെ വില, പുല്ല് വിലയാക്കുക എന്ന് പറയുന്ന സാധനമാണ് സ്ട്രോ മാൻ ഫാലസി. പറഞ്ഞ് അതിനെ ഒന്നും അല്ലാണ്ടാക്കുക. ചില ആൾക്കാരുണ്ടാവല്ലോ, പറഞ്ഞു നിർത്താണ്ട് അതന്നെ പറഞ്ഞ് പിന്നെയും പറഞ്ഞ് അതിനെയും തള്ളിമറിച്ച് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു വലിയ സംഭവമാക്കി. ഇതിപ്പോ എന്താന്ന് തന്നെ നമുക്ക് തന്നെ തോന്നും. ആ ടൈപ്പ് സാധനമാണ് സ്ട്രോ മാൻ ഫാലസി. ഈ സ്ട്രോ മാൻ ഫാലസി ഏറ്റവും കൂടുതൽ കാണുക ഡിബേറ്റുകളിലാണ്, ചാനൽ ഡിബേറ്റുകളിലാണ്. പറഞ്ഞ് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നീ എന്തപ്പോ ഇവര് പറയണെന്നുള്ള സാധനത്തിലേക്ക് വരും. സ്ട്രോ മാൻ ഫാലസി എന്ന് പറയും. ക്ലിയർ? പറഞ്ഞ് ചെറിയ കാര്യത്തിന് വലുതാക്കണോ? അല്ല, വലുതാക്കല്ല, വിലയില്ലാണ്ടാക്കുക എന്ന് പറയും. കേട്ട് ഇനി എന്തിന്? ചില റീലൊക്കെ, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചില പാട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ പാട്ടുകൾക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ വന്നപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ റീലിലും ആ പാട്ടായിരിക്കും. നമുക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്ന പാട്ടായിരിക്കും. പക്ഷെ ഈ റീൽ ഇങ്ങനെ കേട്ട് ആ പാട്ടിനോടുള്ളൊരു ഇഷ്ടം പോവാനുണ്ട്. ഈ സാധന സ്ട്രോമാൻ ഫാലസി. പറഞ്ഞ് കേട്ട് ഇങ്ങനെ. ഇപ്പൊ എമ്പുരാനൊക്കെ ഇറങ്ങിയ സമയത്ത് എമ്പുരാനെ പറ്റി പറഞ്ഞ് ഏകദേശം എമ്പുരാൻ കണ്ട ഫീലായിരുന്നു. ആ ടൈപ്പ് സംഭവം. പറഞ്ഞ് അതിനെ ഒന്നും അല്ലാണ്ടാക്കുക എന്നുള്ളൊരു ടൈപ്പ് സംഭവം സ്ട്രോമാൻ ഫാലസി. ചില സിനിമകളൊക്കെ ഭയങ്കര ഹൈപ്പ് കൊടുത്തു വന്നിട്ട് പോയിരുന്ന് കാണുന്ന സമയത്ത് എന്തപ്പതിലുള്ളതെന്ന് തോന്നില്ലേ? ദാറ്റ് ഇസ് സ്ട്രോമാൻ ഫാലസി. പറഞ്ഞൊരു മടുപ്പ് അങ്ങോട്ട് വരുത്തിച്ചിട്ടുണ്ടാവും. ക്ലിയർ? പുല്ല് വിലയാക്കിയിട്ടുണ്ടാവും. അതാണ്, പുല്ല് വിലയാക്കിയിട്ടുണ്ടാവും. സ്ട്രോ എന്ന് പറഞ്ഞാൽ വൈക്കോലാണ്. ക്ലിയർ? അടുത്ത ഫാലസി ഓഫ് കമ്പോസിഷനും ഫാലസി ഓഫ് ഡിവിഷൻ ആണ്. ഇത് രണ്ടും ട്വിൻസ് ആണ്. ഫാലസി ഓഫ് കമ്പോസിഷനും ഫാലസി ഓഫ് ഡിവിഷൻ ആണ്. ഇത് ഒന്നിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേത്. ഫാലസി ഓഫ് കമ്പോസിഷനെ നമുക്ക് ഇൻഡക്റ്റീവ് എന്നും വിളിക്കാം. ഫാലസി ഓഫ് ഡിവിഷനെ നമുക്ക് ഡിഡക്റ്റീവ് എന്നും വിളിക്കാം. ഫാലസി കമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിച്ചേർക്കുക എന്നുള്ള അർത്ഥമാണ്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക, വേർതിരിക്കുക. കമ്പോസിഷൻ കമ്പോസ് ചെയ്യുക, ഡിവിഷൻ വേർതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫാലസി ഓഫ് കമ്പോസിഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യത്തെ കമ്പോസ് ചെയ്ത് പറയുന്നതിൽ നമുക്ക് തെറ്റ് വരിക എന്നുള്ളതാണ് ഫാലസി ഓഫ് കമ്പോസിഷന്. അതായത് ഒരു ട്രക്കിനെ ട്രക്കിനെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ, ഒരു വലിയ ട്രക്ക്, ഭയങ്കര വലിയ ട്രക്കാണ് വിചാരിക്കുക. ഒരു എത്രയോ ടൺ കണക്കിന് ഭാരം കയറ്റാൻ പറ്റുന്ന ഒരു ട്രക്കാണ് വിചാരിക്കാം. ആ ട്രക്കിനെ നമ്മൾ കുഞ്ഞു പാർട്ടാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ച് അതിന്റെ സ്ക്രൂ ഊരി, ബോൾട്ട് ഊരി ഒക്കെ മാറ്റി വെച്ച് ഒരു കുഞ്ഞു പീസുകളായിട്ട്, അല്ലെങ്കിൽ ആ എൻറ്റയർ ട്രക്കിനെ മുറിച്ച് അല്ലെങ്കിൽ അതിനെ ഊരി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി ഇങ്ങനെ ഓരോ പാർട്സ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ പാർട്സിന്റെ അടുത്ത് നോക്കുന്ന സമയത്ത് അതിന്റെ ഓരോ ബെയറിംഗ് നോക്കുന്ന സമയത്ത്, അതിന്റെ സ്ക്രൂ നോക്കുന്ന സമയത്ത്, അതിന്റെ വേറെ എന്തെങ്കിലും പാർട്ട് നോക്കുന്ന സമയത്തൊക്കെ ചെറിയ പീസുകളായിരിക്കുമല്ലോ. അത് വെച്ചിട്ട് നമ്മൾ പറയാണ് ഇതിന്റെ പാർട്സ് ഒക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ ട്രക്കും ലൈറ്റ് വെയിറ്റ് ആയിരിക്കൂലേ എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്താൽ അവിടെ നമ്മൾ തെറ്റ് വരുത്തി. ഓക്കെ, അതിന്റെ പാർട്സ് ലൈറ്റ് വെയിറ്റ് ആണ്, അതിന് കനല്ല എന്നുള്ളതുകൊണ്ട് ട്രക്ക് കനല്ലാണ്ടാവില്ലല്ലോ. അതിന്റെ പാർട്സിനെ മാത്രം കണ്ടിട്ട് നമ്മൾ പറയാണ് ഇതിനെല്ലാം കൂടി കൂട്ടിച്ചേർത്തൊരു വലിയ ട്രക്ക് ആക്കിയാൽ അതിനും കനം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ഫാലസി ഓഫ് കമ്പോസിഷൻ. പാർട്സിനെ കൂട്ടിച്ചേർത്ത് ആ പാർട്സിന്റെ ഫീച്ചർ കംപ്ലീറ്റ് സാധനത്തിന് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വരുന്ന തെറ്റുകളെ വി കൻ കോൾ ഫാലസി ഓഫ് കമ്പോസിഷൻ. ക്ലിയർ? ഒരു സാധനത്തിന്റെ പാർട്സിന്റെ ഫീച്ചേഴ്സിനെ ദ എൻറ്റയർ പ്രോഡക്റ്റിന് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ തെറ്റ് വന്നാൽ വിച്ച് ഇസ് നോൺ ആസ് ഫാലസി ഓഫ് കമ്പോസിഷൻ. ഒരു ബസ്സിനെ പൊളിച്ച് മുറിച്ച് കഷ്ണാക്കി വെച്ചിട്ട് അതിന്റെ ഓരോ പാർട്ട് നോക്കിയിട്ട് ഇത് ഇത്രയേ ഉള്ളൂ, പിന്നെ ബസ്സിനും ഇത്രയല്ലേ വെയിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അട്ടർ ബ്ലണ്ടർ ആണ്, മിസ്റ്റേക്ക് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ദാറ്റ് മിസ്റ്റേക്ക് ഇസ് നോൺ ആസ് ഫാലസി ഓഫ് കമ്പോസിഷൻ. ക്ലിയർ? അതുകൊണ്ടാണ് അതിനെ ഇൻഡക്റ്റീവ്. നമ്മൾ പണ്ട് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും പഠിച്ചിട്ടുണ്ട്. ഡിഡക്റ്റീവ് എന്തായിരുന്നു? ഡെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലിൽ നിന്ന് പെർട്ടിക്കുലറിലേക്ക്, വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരിക. ഇൻഡക്റ്റീവ് എന്തായിരുന്നു? പെർട്ടിക്കുലറിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് പോയത്, പാർട്സിൽ നിന്നും എൻറ്റയർ സാധനത്തിലേക്ക്, ട്രക്കിന്റെ പാർട്ടിൽ നിന്നും എൻറ്റയർ ട്രക്കിനെ ഫീച്ചർ ചെയ്ത് പറയാ. സ്പെസിഫിക്കിൽ നിന്ന് വലുതിലേക്ക്, ജനറലിലേക്ക്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫാലസി ഓഫ് ഡിവിഷൻ. ഒരു വലിയ ട്രക്ക് കണ്ടിട്ട് പറയാണ് ഈ ട്രക്കിന് എന്തൊരു വെയിറ്റ് ആണ്, ഇനി ഇതിനെ പാർട്ടാക്കി ഒരു സ്ക്രൂ വെച്ച് ഓരോ ഭാഗങ്ങളാക്കി വെച്ചാലും ഇനി ഇത്രയും കനം ഉണ്ടാവും എന്നൊരാൾ പറഞ്ഞാൽ അവിടെ അയാൾ ഫാലസി ഓഫ് ഡിവിഷൻ ആണ് പറയുന്നത്.
ഓക്കെ, ആ എൻറ്റയർ യൂണിവേഴ്സാലിറ്റിയുടെ ഫീച്ചർ അതിന്റെ സ്പെസിഫിക് പെർട്ടിക്കുലർ സാധനങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്കാണ്. ഒരു മൊത്തം ട്രക്കിനെ കണ്ടിട്ട് ആ ട്രക്കിന്റെ കനമൊന്നും അതിനെ പാർട്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അത് ആ എല്ലാം കൂടി ചേരുമ്പോഴുള്ള ഫീച്ചർ മാത്രമാണ് അതിന്റെ കനം എന്ന് പറയുന്നത്. അതിനെ കുഞ്ഞു പീസാക്കി വെച്ച് കഴിഞ്ഞാൽ അത്ര കനമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കനം തോന്നും എന്ന് നമ്മളൊരു കൺക്ലൂഷൻ പറഞ്ഞാൽ ദാറ്റ്സ് എ മിസ്റ്റേക്ക്. ദാറ്റ് മിസ്റ്റേക്ക് ഈസ് നോൺ ആസ് ഫാലസി ഓഫ് ഡിവിഷൻ. ക്ലിയർ? ഓക്കെ, ഇനി അതോടുകൂടി ആംബിഗിറ്റി കാറ്റഗറിയിൽ വരുന്നത് കഴിഞ്ഞ് ഇനി ഫാലസി, ഇൻഫോർമൽ ഫാലസിന്റെ മൂന്നാമത്തെ കുട്ടിയാണ് ഫാലസി ഓഫ് റീസൺസ് എന്ന് പറയും നമ്മൾ. ഫാലസി ഓഫ് റീസൺസ്. ഈ ഫാലസി ഓഫ് റീസൺസിലാണ് അപ്പീൽ ടു അതോറിറ്റി, അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയൻ, ആർഗ്യുമെന്റം ആഡ് ഹോമിനം, ബാൻഡ് വാഗൺ ഫാലസി, ഗാംബ്ലേഴ്സ് ഫാലസി, വാട്ടർബോട്ടറി ഫാലസി, ജനറ്റിക് ഫാലസി, എപ്പോഴും ചോദിക്കാറുള്ള റെഡ് ഹെറിംഗ് ഫാലസി, വീക്ക് അനലോജി, ആർഗ്യുമെന്റം ആഡ് ബെക്കുലം, ആഡ് മിസറിക്കോഡിയം, ഫാലസി ഓഫ് റോങ് അസേഷൻ, സങ്ക് കോസ്റ്റ് ഒക്കെ വരുന്നത് കുറച്ചധികം ഉണ്ട്. നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഫാലസി ഓഫ് റീസൺസ്, അതായത് റീസണിങ്ങിൽ വരുന്ന തെറ്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാം. ഓക്കെ, ഫാലസി ഓഫ് റീസൺസ്. ഈ ഫാലസി ഓഫ് റീസൺസിനെ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ കുട്ടിയാണ് അപ്പീൽ ടു അതോറിറ്റി, അല്ലെങ്കിൽ ലാറ്റിൻ ടേമും പഠിക്കണേ, ആർഗ്യുമെന്റം ആഡ് വെർക്കൻഡിയം എന്ന് പറയേ. അപ്പീൽ ടു അതോറിറ്റി അല്ലെങ്കിൽ ആർഗ്യുമെന്റം ആഡ് വെർക്കൻഡിയം എന്ന് പറയും. അതായത് സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതോറിറ്റിക്ക് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ വരുന്ന തെറ്റുകളെ അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയും. അതായത് ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇത് ശരിയായിരിക്കും എന്നുള്ളൊരു ടൈപ്പ് സാധനം ഉണ്ടല്ലോ. അതായത് നെറ്റ് എക്സാമിന്റെ ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല, ആപ്ലിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർമാർ ഇങ്ങനെ പറയുമല്ലോ, നമ്മൾ ഇതിന്റെ ഡിസംബർ ലാസ്റ്റിലേക്ക് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റില് ഒക്കെ നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന സാധനങ്ങൾ എന്തായിരിക്കും? അല്ലെങ്കിൽ നിങ്ങൾ അപൂർവം ചില ആളുകൾ ആ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഡിസംബർ, ഇനിയിപ്പം ഡിസംബർ മിഡില് എനിക്ക് നെറ്റ് വിളിച്ച് വിചാരിക്കാം. ഓക്കെ, പക്ഷെ ടീച്ചർ പറഞ്ഞ എന്തായിരുന്നു? ഡിസംബർ ലാസ്റ്റിൽ എക്സാം. അപ്പൊ നിങ്ങൾ അത് വെച്ചിട്ട് പറയാം ടീച്ചർ പറഞ്ഞതാണല്ലോ ഡിസംബർ ലാസ്റ്റിലാണ് വരിക എന്നുള്ളത്, പിന്നെ ഇപ്പൊ എന്തെങ്ങനെ? അപ്പൊ ഒരാൾക്ക് നമ്മളൊരു ഫോൾസ് അതോറിറ്റി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? ഇപ്പൊ പൊതുവെ റൂമിക്കൊക്കെയാണ് ഈ സാധനം. കാരണം റൂമി ഇപ്പൊ പൊതുവെ കാണാറുള്ള ട്രെൻഡാണ് എന്തെങ്കിലും ഇമോഷണൽ കോട്ടോ സാധനങ്ങളോ ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ കോട്ടോ ഒക്കെ താഴെ റൂമിന്ന് എഴുതി വെക്കും. ചിലപ്പോൾ റൂമി അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. ഓക്കെ, ഈ ചില സാധനങ്ങൾ ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഒക്കെ വന്ന സമയത്ത് എല്ലാ കോട്ടിന്റെ അടിയിലും റൂമി ആയിരിക്കും. റൂമി അറിഞ്ഞിട്ടും കൂടി ഇല്ലാത്ത കാര്യമായിരിക്കും. റൂമി പറയാത്ത കോട്ടിന്റെ താഴെയൊക്കെ റൂമി എന്ന് എഴുതിച്ചിട്ട് പോസ്റ്റ് ഒക്കെ വരാറുണ്ട്. അപ്പൊ റൂമി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ടൈപ്പ് സാധനം. അതായത് ഫോൾസ് അതോറിറ്റി ഒരാൾക്ക് ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന സാധനമാണ്. ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന പൊളിറ്റീഷ്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, റൂമി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാ പിന്നെ അത് ഇങ്ങനെ ആയിക്കൂടെ എന്നുള്ള ടൈപ്പ് സാധനം ഉണ്ടാവില്ല. ചിലപ്പോൾ അയാളത് അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല, അയാളത് പറഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. നമ്മൾ വെറുതെ അങ്ങോട്ട് ഒരാളെ പേര് പറഞ്ഞിട്ട് അയാൾക്ക് ഇങ്ങോട്ട് അതോറിറ്റി ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അയാള് പറഞ്ഞു എന്നുള്ളത് ക്ലെയിം ചെയ്യുക. ദാറ്റ് ഈസ് അപ്പീൽ ടു അതോറിറ്റി അല്ലെങ്കിൽ ആർഗ്യുമെന്റം ആഡ് വെർക്കൻഡിയം എന്ന് പറയുന്ന സാധനം. ക്ലിയർ? ഓക്കെ, അടുത്താണ് അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയൻ അല്ലെങ്കിൽ ആർഗ്യുമെന്റം ആഡ് പോപ്പുലം എന്ന് പറയും. ഓക്കെ, അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയൻ അല്ലെങ്കിൽ ആർഗ്യുമെന്റം ആഡ് പോപ്പുലം എന്ന് പറയും. അത് അതിന്റെ ടേം ഇറ്റ് സെൽഫ്, അതിന്റെ ഡെഫിനിഷൻ ഉണ്ട്. ഏതൊരു കാര്യത്തിന് പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ട്രൂ ആണ് എന്ന് വിശ്വസിക്കാം. ഒരു കാര്യത്തിന് പോപ്പുലാരിറ്റി ഉണ്ട്, ഒരു കാര്യത്തിന് ഫാൻ ബേസ് കൂടുതലാണെന്നുള്ളത് കൊണ്ട് അത് ശരിയാണെന്ന് തെറ്റിദ്ധരിക്കുക, അതിനാണ് അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയൻ. പലപ്പോഴും ഇങ്ങനെ ഭയങ്കര ഹൈപ്പ് കൊടുത്തു വരുന്ന പല സിനിമ, നമ്മൾ ഈ അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയൻ ഒക്കെ കൂടുതലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവുക സിനിമ കാണാൻ പോകുന്ന സമയത്തായിരിക്കും. ഓക്കെ, കാരണം ഭയങ്കര ഹൈപ്പ് കിട്ടിയ സിനിമയായിരിക്കും. ആളുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ എല്ലാ റീലും ഇതിങ്ങനെ കാണും, എല്ലാ ആൾക്കാരും ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നത്. പക്ഷെ പോയിരുന്ന് കാണുന്ന സമയത്ത് ഒന്നും അതിൻ്റെ അകത്തില്ല, നമുക്ക് മാത്രമേ ചിലപ്പോൾ ചില സിനിമ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇതിനാണ് അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയൻ. എല്ലാവരും അതിനെപ്പറ്റി പറയുന്നുണ്ടല്ലോ, അതിന് നല്ല പോപ്പുലാരിറ്റി ഉണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് പബ്ലിക് ഒപ്പീനിയനെ വെച്ചുകൊണ്ട് നമ്മളത് ട്രൂ ആണ്. ഇപ്പൊ എല്ലാരും അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ഒരാൾ കള്ളനായിക്കൊള്ളുന്നില്ല, എല്ലാരും അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് ഒരാൾ ക്രിമിനൽ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ അതിന്റെ എവിഡൻസ് ഒന്നും നോക്കിയിട്ടില്ല. അത്തരം കേസുകളെയാണ് അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയൻ അല്ലെങ്കിൽ ആർഗ്യുമെന്റം ആഡ് പോപ്പുലം എന്ന് പറയാം. ഈ കുറ്റാരോപിതരാവുന്ന മനുഷ്യന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഈ അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയന്റെ ഇതിനകത്താണ് ചില സമയത്ത് പെടുക. കള്ളക്കേസിൽ പെടുക എന്നൊക്കെ പറയല്ലോ.
എന്താ പറയാ ആളുകൾ വെറുതെ ആരോപിച്ച് അവരുടെ ഒരു ലൈഫ് അങ്ങോട്ട് പോകും. എന്നിട്ട് കുറെ ആൾക്കാർ ഇത് അങ്ങനെ ആണെന്ന് പറയുന്നുണ്ടല്ലോ, എന്നാ പിന്നെ അത് ശരിയായിരിക്കും നമ്മളൊരു ഈ പത്രക്കാരാണ് ഇപ്പൊ കൂടുതൽ ഈ അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയൻ ഉണ്ടാക്കുന്നതിന്റെ ഒരു മേജർ ടീം. അതായത് എല്ലാ പത്രങ്ങളിലും പറഞ്ഞങ്ങോട്ട് അങ്ങോട്ട് അങ്ങ് കയറും. ഇത് കേട്ട് കേട്ട് നമുക്ക് തോന്നുന്നത് ശരിയാണെന്ന് തോന്നും. ശരിക്കും അതൊന്നും ആയിരിക്കുമല്ലോ. നമ്മള് ഞാൻ PSC വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. PSC ഈ അടുത്തൊരു കോപ്പിയടി പിടിച്ചല്ലോ, ഫോണും എന്തോ വെച്ചിട്ട് ഒരാൾ എക്സാം എഴുതിയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. PSC എക്സാമുള്ള കണ്ണൂർ. അപ്പൊ അതിന്റെ ന്യൂസ് ഒക്കെ വന്നത് ഇങ്ങനെയാണ്. അതായത് PSCയുടെ വിജിലൻസ് സ്ക്വാഡ് പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ PSCയിലെ സ്റ്റാഫാണ്. PSCയിലെ പുള്ളി പറയുന്നത് ദാറ്റ് ഇസ് എ റോങ് ഇൻഫർമേഷൻ. ഓക്കെ, ദാറ്റ്സ് എ റോങ് ഇൻഫർമേഷൻ. അങ്ങനെയല്ല സംഭവിച്ചെന്ന് പറയാണ്. കാരണം വിജിലൻസ് സ്ക്വാഡ് ഒരിക്കലും, അതായത് കണ്ണൂര് നടക്കുന്ന എക്സാമിന് ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊല്ലം അല്ലെങ്കിൽ അവിടെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വിജിലൻസ് സ്ക്വാഡ് ഒരിക്കലും ഒരു സ്പോട്ടിൽ വന്ന് അങ്ങനെ ഒരു പിടിച്ചത് സ്ക്വാഡല്ല. PSCയുടെ വിജിലൻസ് സ്ക്വാഡല്ല. വിജിലൻസ് സ്ക്വാഡ് അങ്ങനെ റാൻഡം ആയിട്ട് അങ്ങനെ കയറാറില്ല. ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ വരുമ്പം അങ്ങനെ കയറാറില്ല. വിജിലൻസ് സ്ക്വാഡ് അല്ല പിടിച്ചത്, എക്സാം സ്ക്വാഡാണ് പിടിച്ചതെന്ന് പുള്ളി പറയുന്നുണ്ട്. അതിലുള്ള പല പോയിന്റുകളും റിപ്പോർട്ട് വന്ന പലതും തെറ്റാണെന്ന് പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ സംഭവിച്ചത് അപ്പീൽ. പക്ഷെ നമ്മൾ അത്രയും നേരം അത് കേൾക്കുന്നവരെ നമ്മളും മനസ്സിൽ വെച്ചിട്ടുള്ള ധാരണ എന്താ, PSCന്റെ വിജിലൻസ് സ്ക്വാഡ് വരുന്നു, പിടിക്കുന്നു, പുള്ളി ഇങ്ങനെ അക്കം ഇട്ട് പറഞ്ഞു പല സാധനങ്ങളും, റിപ്പോർട്ട് ചെയ്ത പല സാധനങ്ങളും തെറ്റാണെന്നുള്ള സാധനം. അങ്ങനെ ഒരു സാധനം കേൾക്കുന്നത് വരെ നമ്മുടെ മൈൻഡിലുള്ള സാധനം എന്തായിരുന്നു, പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ശരി എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. സോ പോപ്പുലാരിറ്റി ആണ് ശരി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇന്നത്തെ ലോകത്ത് ഒരു കാലത്തും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനമാണിത്. പോപ്പുലാരിറ്റി ആണ് ശരി. പോപ്പുലാരിറ്റി അല്ല ശരി. മെജോറിറ്റി ശരിയായിക്കൊള്ളണമെന്നില്ല. എപ്പോഴും മെജോറിറ്റി അല്ലല്ലോ ശരി. മെജോറിറ്റി ശരിയാണെങ്കിൽ ഇന്ന് ലോകം ഇങ്ങനെ ആയിരിക്കൂല. മെജോറിറ്റിയെ ബേസ് ചെയ്ത് നമ്മൾ ഗുഡ് റൈറ്റ് എന്നൊരു സാധനം ഡിസൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയൻ അല്ലെങ്കിൽ ആർഗ്യുമെന്റം ആഡ് പോപ്പുലർ. ക്ലിയർ? യെസ്. ഓക്കെ, അടുത്താണ് ആർഗ്യുമെന്റം ആഡ് ഹോമിനം അല്ലെങ്കിൽ അറ്റാക്കിംഗ് ദ പേഴ്സൺ എന്ന് പറയും. ആർഗ്യുമെന്റം ആഡ് ഹോമിനം അല്ലെങ്കിൽ അറ്റാക്കിംഗ് ദ പേഴ്സൺ എന്ന് പറയും. അതായത് അതിന്റെ പേര് തന്നെ ഉണ്ട്, ഒരാൾ ഇങ്ങോട്ട് ഊക്കി വിടുകയാണെന്നുള്ളത്. അറ്റാക്ക് ചെയ്യാണ്, ഇറലവന്റ് ആയിട്ട് ഒരാൾ അറ്റാക്ക് ചെയ്യാണ്. ഒരാളുടെ എന്താ പറയുക, ഒരാള് നമ്മളോട് ഒരു ആർഗ്യുമെന്റ് പറയുമ്പം അയാളെ തളർത്തി കളയുക എന്ന് പറയുന്ന സാധനം. അയാൾ പറയുന്നത് ശരിയോ തെറ്റോ നോക്കാതെ അയാളെ നമ്മൾ അങ്ങോട്ട് തളർത്തി അറ്റാക്ക് ചെയ്ത് നീ എന്ത് തേങ്ങയാ പറയണേന്ന് ചോദിച്ചാൽ അയാൾ അങ്ങോട്ട് ഇനി അയാൾ നമ്മളോട് ഒരു ആർഗ്യുമെന്റും പറയാത്ത രീതിയിൽ അയാളെ തളർത്തി കളയൂലേ, ആ ടൈപ്പ് സാധനം. അയാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്ന സാധനമാണ് എന്ത്, ആർഗ്യുമെന്റം ആഡ് ഹോമിനം അല്ലെങ്കിൽ അറ്റാക്കിംഗ് ദ പേഴ്സൺ എന്ന് പറയുന്ന സാധനം. ഇറലവന്റ് ആണ്, അതൊരു റെലവൻസും ഉണ്ടാവില്ല. ഉള്ള കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, വി ക്യാൻ അറ്റാക്ക്. അതിലൊരു നീതിയുണ്ട്, അതിലൊരു എത്തിക്സ് ഉണ്ട്. ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കാം, ദാറ്റ്സ് അറ്റാക്കിംഗ് ദ പേഴ്സൺ എന്ന് പറയുന്ന സാധനം. പൊളിറ്റിക്സിൽ നമുക്ക് ഒരുപാട് കാണാം അത്, അത്തരം അറ്റാക്കുകൾ. ക്ലിയർ? ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യുക, ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ഒരാളെയും അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വ്യക്തിഹത്യ ചെയ്യുക. യെസ്, ഇത് എക്സാക്ട് ടേം ഈസ് വ്യക്തിഹത്യ ചെയ്യുക, പേഴ്സണൽ ബ്ലെയിമിങ്. ഓക്കെ, അടുത്താണ് ബാൻഡ് വാഗൺ ഫാലസി. ബാൻഡ് വാഗൺ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടി നിങ്ങൾക്ക് ഇത് മറ്റേ സാധനമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഏത് അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയനും ബാൻഡ് വാഗൺ ഫാലസിയുമായിട്ട് എന്താവരുത്, കൺഫ്യൂഷൻ ആവരുത്. അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ, ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു, ഇതാണ് അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയൻ. ബാൻഡ് വാഗൺ ഫാലസിയിലേക്ക് വരുന്ന സമയത്ത് എല്ലാരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഞാനും അങ്ങനെ ചെയ്യുന്നു. എല്ലാരും അങ്ങനെ കരുതുന്നുണ്ടല്ലോ, ഞാനും അങ്ങനെ കരുതുന്നു. ദാറ്റ് ഇസ് അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയൻ. ബാൻഡ് വാഗൺ ഫാലസിയിലേക്ക് വരുന്ന സമയത്ത് എല്ലാരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഞാനും ചെയ്യും. എല്ലാരും ആ സിനിമയ്ക്ക് പോകുന്നുണ്ടല്ലോ, ഞാനും പോവും. എല്ലാരും ലോക കാണുന്നുണ്ടല്ലോ, ഞാനും ലോക കാണും. ദാറ്റ് ഇസ് ബാൻഡ് വാഗൺ ഫാലസി. മറ്റേത് ചിന്തിക്കലാണ്, ആലോചിക്കലാണ്. എല്ലാരും അങ്ങനെ ആലോചിക്കണ്ടല്ലോ, എന്നാ ഞാനും ആലോചിക്കുന്നു. ഇവിടെയോ എല്ലാരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഞാനും ചെയ്യുന്നു. ദാറ്റ് ഇസ് വ്യത്യാസേ, മാറിപ്പോവരുത്. ബാൻഡ് വാഗൺ ഫാലസിയും അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയനും. ക്ലിയർ? ക്ലിയർ? ക്ലിയർ ഓർ നോട്ട്?
യെസ്. ഇനി അടുത്താണ് ഗാംബ്ലേഴ്സ് ഫാലസി. ഈ ഗാംബ്ലേഴ്സ് ഫാലസി എക്സാമിന് വരുന്ന സമയത്ത് വേറെ പ്രശ്നം പറ്റാറുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഫോൾസ് ഡിലമ്മ ഉണ്ടല്ലോ, ഫോൾസ് ഡിലമ്മ. ഈ നേരത്തെ പഠിച്ച ഫോൾസ് ഡിലമ്മ അല്ലേ, രണ്ടാമത്തെ കാറ്റഗറിയിൽ പഠിച്ച ഫോൾസ് ഡിലമ്മ, നമ്മളെ ഫാലസി ഓഫ് പ്രിസംഷനിൽ പഠിച്ച ഫോൾസ് ഡിലമ്മ. ആ ഫോൾസ് ഡിലമ്മയുമായിട്ട് ഇതിന് ചെറുതായിട്ട് സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാറുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ ഗാംബ്ലേഴ്സ് ഫാലസി എന്നൊരു കോണ്ടെക്സ്റ്റ് അങ്ങോട്ട് തരും, എന്നിട്ട് ഓപ്ഷനകത്ത് ഗാംബ്ലേഴ്സ് ഫാലസി ഉണ്ടാവും, മറ്റേ ചങ്ങാതി ഉണ്ടാവും. ഏതെന്നറിയോ? ഫോൾസ് ഡിലമ്മ ഉണ്ടാവും. അപ്പൊ സാധാരണ ഇതിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചിട്ട്, എനിക്കൊക്കെ പറ്റിയ മിസ്റ്റേക്ക് ആണത്, സാധാരണ ഇതിൽ നമ്മൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഫാലസി ഓഫ് ഡിലമ്മ ആയിരിക്കും ആൻസർ എടുക്കുന്നുണ്ടാവും. പക്ഷെ ആൻസർ കീ വരുമ്പോൾ അതിൽ ഗാംബ്ലേഴ്സ് ഫാലസി ആയിരിക്കും. ഗാംബ്ലേഴ്സ് ഫാലസിക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളൊരു മോണ്ടി കാർലോ ഫാലസി എന്നൊക്കെ പറയൂട്ടോ ഇതിനെ. മോണ്ടി കാർലോ ഫാലസി എന്ന് പറയും. ഗാംബ്ലിംഗ് ആണ്. ഗാംബ്ലിങ്ങിന്റെ പ്രത്യേകത എന്താ? ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് വിൽ ടോസ് എ കോയിൻ, അതിൽ ഹെഡ് ഓർ ടെയിൽ വീഴും എന്ന് പറഞ്ഞ ഗാംബ്ലിങ്ങിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. എന്തും സംഭവിക്കാം. എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റൂല. കോയിൻ മേലോട്ടിടുന്നു, താഴെ വീഴുമ്പം ഹെഡും ആവാം ടെയിലും ആവാം. വി കാൺ പ്രിഡിക്റ്റ് ഇറ്റ് എന്ന് പറയുന്ന സാധനമാണല്ലോ കോയിൻ ടോസ് ചെയ്യുന്ന സംഭവം. ആ ഒരു സ്വഭാവമാണ് ഗാംബ്ലേഴ്സ് ഫാലസിക്ക്. രണ്ടിലേതെങ്കിലും ഒന്നേ വീഴുള്ളൂ, രണ്ടിലേതെങ്കിലും ഒന്നേ വരുള്ളൂ. അതാണ് ഗാംബ്ലേഴ്സ് ഫാലസി. മെറ്റേന്റെ അകത്ത് രണ്ടും നമ്മുടെ കയ്യിലുണ്ട്. ഏതില്? ഫോൾസ് ഡിലമ്മയിൽ രണ്ടും നമ്മുടെ മുമ്പിലുണ്ട്. ഏതെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. ഇവിടെയോ രണ്ടിലേതെങ്കിലും ഒന്നേ വീഴുള്ളൂ, രണ്ടിലേതെങ്കിലും ഒന്നേ നമ്മൾ കാണുള്ളൂ. അതാണ് ഗാംബ്ലേഴ്സ് ഫാലസി. ഫോൾസ് ഡിലമ്മയില് രണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഏതെടുക്കണം എന്നാണ് നമ്മുടെ കൺഫ്യൂഷൻ. ഗാംബ്ലേഴ്സ് ഫാലസിയിലോ രണ്ട് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഏതെങ്കിലും ഒന്നേ മുമ്പിൽ വീഴുള്ളൂ. അതാണ് വ്യത്യാസം. ഗാംബ്ലേഴ്സ് ഫാലസിക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് കോയിൻ ടോസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ആണ്. കോയിൻ ടോസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ചോദിച്ചിട്ട് അത് എന്ത് ഫാലസി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദ്യം വന്നാൽ അതിൽ ഫോൾസ് ഡിലമ്മയും ഗാംബ്ലേഴ്സ് ഫാലസിയും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗാംബ്ലേഴ്സ് ഫാലസി മാത്രമേ ആൻസർ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഫോൾസ് ഡിലമ്മയിലേക്ക് ആലോചിച്ച് പോകരുത്. ക്ലിയർ? എങ്ങനെ ക്വസ്റ്റ്യൻ വരും? ഗാംബ്ലേഴ്സ് ഫാലസിയിൽ സ്ഥിരമായി ചോദിക്കാറുള്ളത് കോയിൻ ടോസ് ചെയ്തിട്ട് ഹെഡും ടെയിലും വീഴുന്ന കേസാണ്. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ചോദിച്ചിട്ട് ഏത് ഫാലസി ആണെന്ന് ചോദിക്കുമ്പം അതിന്റെ ഓപ്ഷനിൽ ഗാംബ്ലേഴ്സ് ഫാലസിയും ഫോൾസ് ഡിലമ്മയും ഉണ്ടെങ്കിൽ എടുക്കേണ്ടത് ഗാംബ്ലേഴ്സ് ഫാലസിയാണ്. ഫോൾസ് ഡിലമ്മ എടുക്കരുത്. കോയിൻ ടോസ് ചെയ്യുന്നതിൽ ഒരിക്കലും ഫോൾസ് ഡിലമ്മ ആൻസർ ആവില്ല. ക്ലിയർ? ക്ലിയർ? ഫോൾസ് ഡിലമ്മ ഒന്നും കൂടെ പറയാമോ? ഫോൾസ് ഡിലമ്മ ട്രൂ. നമ്മുടെ കയ്യിൽ രണ്ട് ചോയ്സ് ഉണ്ടാവും, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. രണ്ടും നമ്മുടെ മുമ്പിലുണ്ട്, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. ഗാംബ്ലേഴ്സ് ഫാലസിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ മുമ്പിൽ ഒരെണ്ണേ വീഴുള്ളൂ. കോയിൻ ടോസ് ചെയ്യുന്നു, ഹെഡും ടെയിലും ചോയ്സ് ഉണ്ട്, താഴെ വീഴുന്ന ഏതാ? ഒന്നുകിൽ ഹെഡ് ആയിരിക്കും അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും. ഫോൾസ് ഡിലമ്മ നമുക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആണ് അവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താ? ഏതെങ്കിലും ഒന്നേ വീഴുള്ളൂ, ഏത് വീഴുന്ന അറിയാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. മാറിപ്പോവാ മതി. അടുത്താണ് വാട്ട് അബൌട്ടറി ഫാലസി. വാട്ട് അബൌട്ടറി ഫാലസി പണ്ട് റിമാക്കല്ലിങ്ങളുടെ ഇപ്പൊ വന്ന വീഡിയോ അല്ല, ഇപ്പൊ അവരുടെ ഒരു എന്താ പറയാ ഇന്റർവ്യൂ ട്രെൻഡ് ആവുന്നുണ്ട്. ആ ഇന്റർവ്യൂ അല്ല, മുമ്പ്, അതായത് നമ്മളെ ദിലീപിന്റെ ഒക്കെ ഇഷ്യൂ ഒക്കെ വരുന്നതിന് മുമ്പേ നമ്മളെ പൃഥ്വിരാജിന്റെ കൂടെ പുള്ളി ഒരു സിനിമ ചെയ്തിരുന്നല്ലോ, എന്തിനാണ് പേര്? ഇന്ത്യൻ റുപ്പി ചെയ്തിരുന്ന സമയത്ത് പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂല് ഭയങ്കരമായിട്ട് എന്താ പറയാ ആളുകൾ സംസാരിച്ചൊരു ടേമായിരുന്നു വാട്ട് അബൌട്ടറി എന്നുള്ള ടേം. അതായത് കേരളം ആദ്യമായിട്ട് അങ്ങനെ ആ വാക്കിനെ പോപ്പുലറൈസ് കേൾക്കുന്നത് റിമ കല്ലിങ്കലിന്റെ ആ ഇന്റർവ്യൂലായിരുന്നു. എന്നിട്ട് വാട്ട് അബൌട്ടറിന്റെ മീനിങ് എന്താന്നൊക്കെ ആലോചിച്ചിട്ട് കുറെ ട്രോളുകളും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സാധനമാണ് ആക്ച്വലി വാട്ട് അബൌട്ടറി എന്ന് പറഞ്ഞ ടൈം. വാട്ട് അബൌട്ടറി ഫാലസി. വാട്ട് അബൌട്ടറി ഫാലസി എന്ന് പറഞ്ഞാൽ വാട്ട് അബൌട്ടിസം എന്നാണ് അതിനെ പറയാ. വാട്ട് അബൌട്ടിസത്തിന് ചെറുതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ടൂകോക്ക് ഫാലസിയിലെ ടൂകോക്ക് ഫാലസിയുമായിട്ട് ചെറുതായിട്ടൊരു കണക്ഷൻ, ചെറിയ കണക്ഷൻ ആണ്. ടൂകോക്ക് ഫാലസിന്റെ ആരും അല്ലത്, ടൂകോക്ക് ഫാലസിയുടെ ചെറിയൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ വാട്ട് അബൌട്ടറി ഫാലസിയിൽ യു ഓൾസോ ആൻഡ് സോ ആർ യു എന്നുള്ളതാണ് അതിന്റെ ഡെഫിനിഷൻ പറയാം. യു ഓൾസോ ആൻഡ് സോ ആർ യു എന്ന് പറയുന്ന സാധനമാണ്. അതായത് നിങ്ങൾ എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായം പറയാറുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താ അഭിപ്രായം പറയാത്തത് എന്നുള്ള കേസാണ്. അതായത് ചില സമയത്ത് മുമ്പ് മമ്മൂട്ടിയൊക്കെ ഭയങ്കരമായിട്ട്
ഒരു സമയത്ത് ഇപ്പം ദിലീപിന്റെ ഇഷ്യൂ നടന്ന സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായം പറയാറുള്ള മമ്മൂട്ടിയും മോഹൻലാലും എന്തുകൊണ്ട് ആ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളൊരു സാധനം ഭയങ്കര ട്രോളായിട്ട്, അതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്സോ അതിന്റെ പിന്നിലുള്ള ശരികളോ തെറ്റുകളെ കുറിച്ചൊന്നല്ല ഞാൻ സംസാരിക്കുന്നത്. അതായത് അവര് എന്തുകൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പൊ അതില് വാട്ട് അബൌട്ടിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു മനുഷ്യൻ എല്ലാ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും അഭിപ്രായം പറയണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല. നമുക്ക് പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഒരേ സ്വഭാവമുള്ള 2 ഇൻസിഡന്റുകൾ സംഭവിക്കുമ്പോൾ രണ്ടിനെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നിനെ കുറിച്ച് പറഞ്ഞാൽ മതി, മറ്റേതിനെ കുറിച്ച് പറയേണ്ടതില്ല. അപ്പൊ ഓപ്പോസിറ്റ് നമ്മളെ പബ്ലിക് ചോദിക്കും, നിങ്ങള് അന്ന് മറ്റേ ഇവന്റിനെ പറ്റി ഓൾറെഡി നിങ്ങൾ എന്ത് പറഞ്ഞതാണ്, ഒരഭിപ്രായം പറഞ്ഞാണ്, എന്നിട്ട് അതേപോലൊരു സംഭവം സംഭവിച്ച സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് മുമ്പ് നമ്മളെ ജിഷയുടെ പെരുമ്പാവൂര് ജിഷയുടെ കേസ്, റേപ്പ് കേസ് നടന്ന സമയത്ത് മമ്മൂട്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ എങ്ങാണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കര ദയനീയമായ ഒരു കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ദിലീപിന്റെ ഈവന്റ് സംഭവിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ആ ഒരു കേസ് വന്നപ്പം അന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇത് ഭയങ്കര ദയനീയമായി പോയി എന്ന് മമ്മൂട്ടിക്ക് പറയാൻ തോന്നിയില്ല? അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ആയിരുന്നു മമ്മൂട്ടിയായിട്ട് അന്ന് ഉണ്ടായിരുന്നത്. ദിസ് ഇസ് ആക്ച്വലി വാട്ട് അബൌട്ടിസം. ഒരാൾ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലൊരു സംഭവം സംഭവിച്ചാൽ അയാള് വീണ്ടും അഭിപ്രായം പറയാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുന്ന സൊസൈറ്റിയുടെ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് വാട്ട് അബൌട്ടിസം. വാട്ട് അബൌട്ടറി. അന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങളെപ്പോലെ ഒരാൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷനിൽ ഇരുന്ന ഒരാൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്ന് പറയുന്ന സാധനം. നമ്മൾ ആരും അഭിപ്രായം പറയാൻ നിർബന്ധിതരൊന്നല്ല. നമുക്ക് വേണമെങ്കിൽ അഭിപ്രായം പറഞ്ഞാൽ മതി, വേണമെന്ന് തോന്നുന്ന കേസിൽ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി. അങ്ങനെ പാടില്ല, അങ്ങനെയല്ല, നിങ്ങൾ എല്ലാത്തിലും അഭിപ്രായം പറയണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് അഭിപ്രായം പറഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ് എന്ത്, വാട്ട് അബൌട്ടിസം എന്ന് പറയുന്നത്. ഇപ്പൊ വാട്ട് അബൌട്ടറി ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് പറഞ്ഞതാണ്, ഇപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിക്കുന്ന സാധനം. മറ്റേ സാധനം ഉണ്ടല്ലോ, ടു കോക്ക് ഫാലസി. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കണ്ടതാണ്, പിന്നെ എന്നോട് സിഗരറ്റ് വലിക്കാൻ പാടില്ല നിങ്ങൾ എങ്ങനെയാ പറയാ എന്നുള്ളതിന്റെ വേറൊരു വേർഷൻ ആണത്. വാട്ട് അബൌട്ടിസം, വാട്ട് അബൌട്ടറി ഫാലസി. ക്ലിയർ? അപ്പൊ ഈ ടു കോക്ക് ആണോ വാട്ട് അബൌട്ടറി ആണോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ടു കോക്ക് ഫാലസിയിൽ നിങ്ങളത് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സിഗരറ്റ് വലിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ എന്നോട് എന്തിനാണ് സിഗരറ്റ് വലിക്കണ്ട എന്ന് പറയുന്നത് എന്നുള്ളൊരു അറ്റാക്കിംഗ് ടൈപ്പ് സാധനം ഉണ്ടാവുക. വാട്ട് അബൌട്ടിസത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അഭിപ്രായം പറഞ്ഞതാണല്ലോ, നിങ്ങൾ അന്ന് അഭിപ്രായം പറഞ്ഞതാണല്ലോ. ഇവിടെ അഭിപ്രായമാണ്. വാട്ട് അബൌട്ടിസത്തിന് അഭിപ്രായങ്ങളാണ്. നിങ്ങൾ അങ്ങനെ അഭിപ്രായം ഡൂയിങ്സ് ആണ് അവിടെ അല്ലേ? ഡൂയിങ്സിലേക്ക് വരും. അന്ന് റിമയുടെ ഇന്റർവ്യൂവിൽ അന്ന് മലയാളികളുടെ വാട്ട് അബൌട്ടിസം സ്വഭാവത്തെ കുറിച്ചായിരുന്നു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നാണ് അത് ഭയങ്കര ടോക്കേറ്റീവ് ആവുന്നത് ആ ഒരു ടോപ്പിക്. അടുത്ത ജനറ്റിക് ഫാലസി ആണ്. ജനറ്റിക് ഫാലസി ചിലപ്പോൾ നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ജനറ്റിക് ഫീച്ചർ വെച്ചിട്ട് ഒരാളെ വാലിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ ഡിസ്മിസ് ചെയ്യുക എന്ന് പറയും നമ്മൾ. ഓക്കെ, ജനറ്റിക് ഫീച്ചറുകൾ വെച്ചിട്ട് ഒരാളെ നമ്മൾ ഡിസ്മിസ് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളെ വാലിഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ജനറ്റിക് ഫാലസി എന്നാണ് പറയാം. ഓന്റെ അച്ഛൻ കള്ളനാണ് എന്നാ ഓനും കള്ളനായിരിക്കും എന്ന് പറയുന്ന സാധനം ജനറ്റിക് ഫാലസി. അച്ഛൻ കള്ളനായതുകൊണ്ട് മോൻ കള്ളനാവുന്ന ഒരു നിർബന്ധമില്ല. ഓക്കെ, അച്ഛനെ പോലെ മോൻ ജീവിച്ചോളന്നില്ലല്ലോ. അപ്പൊ അവന്റെ അച്ഛൻ കള്ളനാണ് എന്നാ ഓനും കള്ളനായിരിക്കും. ഓന്റെ ആരക്കോ അങ്ങനെ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഓനും ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് പറയുന്ന ടൈപ്പ് ജഡ്ജ്മെന്റൽ സാധനം ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് തെറ്റിപ്പോകുന്ന എല്ലാ കേസുകളും ജനറ്റിക് ഫാലസി എന്ന് പറയാം. അതായത് നമ്മുടെ ജനറ്റിക്സിനെ ബേസ് ചെയ്ത്, നമ്മുടെ ഒറിജിനെ ബേസ് ചെയ്ത് ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുമ്പോൾ അപ്പോഴൊക്കെയും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയല്ലോ അത് ചൈന സാധനമാണ്, പൊട്ട സാധനമാണ്. എല്ലാ ചൈന സാധനവും പൊട്ട സാധനം ആയിരിക്കുമല്ലോ, ചിലത് നല്ല സാധനം ഉണ്ടാവും. മെയ്ഡ് ഇൻ ചൈനയാണ്, ചൈന സാധനമാണ്, പൊട്ട സാധനം. അപ്പൊ ചൈനയിലാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് പൊട്ട സാധനമാണ് എന്ന് പറയുന്ന കേസ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് ജനറ്റിക് ഫാലസി. ചൈനയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന എല്ലാ സാധനവും പൊട്ട സാധനമല്ല, നല്ല സാധനങ്ങളും ഉണ്ടാവും അതിനകത്ത്. അതെ, ഇതൊക്കെ ഈ ഫാലസി ഒക്കെ ഇപ്പൊ ഫാലസി ഓഫ് കമ്പോസിഷനിലുള്ള അല്ല, നമ്മൾ ഫാലസി ഓഫ് റീസൺ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഫാലസി ഓഫ് കമ്പോസിഷൻ ഒരു ടൈറ്റിൽ അല്ലല്ലോ. ഫാലസി ഓഫ് കമ്പോസിഷൻ ആംബിഗസ് ഫാലസിന്റെ കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫാലസി ഓഫ് റീസൺ എന്ന് പറയുന്ന മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് വന്നു. അതിന്റെ കുട്ടികളെയാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാറ്റഗറൈസേഷൻ മാറിപ്പോവരുത്.
അപ്പൊ ഈ ഇനി അടുത്ത റെഡ് ഹെറിംഗ് ഫാലസി ആണ്. റെഡ് ഹെറിംഗ് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്, എപ്പോഴും ഓപ്ഷനിൽ വരാറുള്ള, എപ്പോഴും ഉത്തരമായി വരാറുള്ള, ഭയങ്കര റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒരു ഫാലസിയാണ് റെഡ് ഹെറിംഗ് ഫാലസി. അതായത് റെഡ് ഹെറിംഗ് ഫാലസി എന്ന് പറഞ്ഞാൽ നമ്മള് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാന്ന് പറയും. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് വേറൊരു കാര്യത്തെ കുറിച്ച് പറയാം. ഇതും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ചാനൽ ചർച്ചകളിലായിരിക്കും. കാര്യമായിട്ടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരമില്ലാത്തൊരു കേസ് അല്ലെങ്കിൽ വിവാദമായ പ്രസ്താവനകളൊക്കെ ആണെങ്കിൽ അതിനകത്ത് നിന്ന് മെല്ലെ ഡൈവേർട്ട് ചെയ്ത് വിഷയം മാറ്റും. നമ്മൾ ഫ്രണ്ട് സർക്കിളിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഒരാൾ സംസാരിക്കുന്നെങ്കിൽ നമ്മൾ പതുക്കെ വിഷയം മാറ്റാൻ ശ്രമിക്കും. ദിസ് ഇസ് ആക്ച്വലി റെഡ് ഹെറിംഗ് ഫാലസി. അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുക, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിനെ മെല്ലെ ഡൈവേർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തിനെ കുറിച്ചാണോ മേജറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഡൈവേർട്ട് ചെയ്ത് വേറൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ള കേസാണ് റെഡ് ഹെറിംഗ് ഫാലസി. ഡൈവേർട്ട് ദ അറ്റൻഷൻ ഫ്രം ദ റിയൽ ടോപ്പിക്. ഒന്നുകൂടെ പറയൂ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്താണോ അതിൻ്റെ അകത്ത് ഡൈവേർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, മുമ്പ് എക്സാമിന് വന്നിട്ടുള്ളൊരു ചോദ്യം, ഒരു ജമ്മു കാശ്മീരിലേക്ക് യാത്ര പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗ് തന്നു. എന്നിട്ട് അതിന്റെ അവസാനത്തേക്ക് വന്ന സമയത്ത് അത് LGBT കുറിച്ച്, ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സെന്റൻസ് ആയിട്ട് മാറി. എന്നിട്ട് എന്ത് ഫാലസിയാന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ റെഡ് ഹെറിംഗ് ആയിരുന്നു. പറഞ്ഞുകൊണ്ടിരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിനെ കുറിച്ച്, അത് പെട്ടെന്ന് ഡൈവേർട്ട് ആയി എങ്ങോട്ട്, ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിലേക്ക്. ഒരു എന്താ പറയുക, ഒരു ഇന്റിമേഷനും ഇല്ലാതെ സഡൻലി ഡൈവേർട്ടഡ് ഇൻ ടു അനാദർ ടോപ്പിക്. ആ ഒരു അറ്റൻഷൻ ഡൈവേർഷനെ, ടോപ്പിക് ഡൈവേർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റെഡ് ഹെറിംഗ് ഫാലസി എന്ന് വിളിക്കുക. ക്ലിയർ? ഓക്കെ. അടുത്താണ് വീക്ക് അനലോജി. അനലോജി എന്ന് പറഞ്ഞാൽ തന്നെ കമ്പാരിസൺ ചെയ്യുക എന്നുള്ളതാണ്. വീക്ക് അനലോജി എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ വീക്ക് ആയിരിക്കുക എന്ന് പറയും. ഓക്കെ, കമ്പാരിസൺ വീക്ക് ആയിരിക്കുക എന്ന് പറയും. അത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോണേ, എങ്ങനെ എന്നുള്ളത്. ഇപ്പൊ വീക്ക് അനലോജി, അതായത് ഒരു കണക്ഷൻ ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ സപ്പോസ് എങ്ങനെ പറയാണെന്ന് വിചാരിക്കാം, ലോകത്ത് എന്താ പറയാ, തോക്കൊണ്ട് വെടിവെച്ച ആളുകൾ മരിക്കും, അല്ലെങ്കിൽ വെപ്പൺസ് കൈവശം വെക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ ലോക നിയമം. മെജോറിറ്റി രാജ്യങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഹസാർഡസ് ആയിട്ടുള്ള വെപ്പൺസ് കൈവശം വെക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പൊ അതിന് കാരണം എന്താ, ആളുകൾ മരിച്ചു പോകും അല്ലെ. കയ്യിൽ തോക്ക് വെച്ചിട്ട് കാണുന്നവനൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾ മരിച്ചു എന്നുള്ളത് തോക്ക് കൈവശം വെക്കാൻ ഇന്ത്യയിലെ പൗരന്മാർക്ക് നോർമലി എന്തില്ല, അവകാശമില്ല, റൈറ്റ് ഇല്ല, നിയമം അനുവദിക്കുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ തോക്ക് നിരോധിച്ച്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് പൗരന്മാരുടെ കൈവശം തോക്ക് കൊടുക്കുന്നതിന്റെ നിയമം ഉണ്ടാക്കാതിരുന്നത്, ആളുകളെ കൊല്ലുന്നുള്ളതുകൊണ്ട്. അപ്പൊ ഒരുത്തൻ ചോദിക്കാണ് വിചാരിക്കാം, ലോകത്ത് എത്രമാനം മനുഷ്യന്മാർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്രത്തോളം മനുഷ്യന്മാര് കാർ ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കാർ കൈവശം വെക്കുന്നത് നിയമവിരുദ്ധമാക്കുന്നില്ല എന്നൊരുത്തൻ ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കുമ്പോൾ പറയാണ്, ഇങ്ങനെ കൂടെ ഒരു എക്സാമ്പിളും കൂടി ആഡ് ചെയ്ത് പറയാണ് വിചാരിച്ചോ, തോക്ക് കൊണ്ട് ആളുകളെ കൊല്ലും എന്ന് ഭയന്നിട്ട് തോക്ക് കൈവശം വെക്കുന്നത് നിയമവിരുദ്ധമാക്കിയ നിങ്ങൾക്ക് കാറിടിച്ച് മരിക്കുന്ന വെടിവെച്ച് ആളുകൾ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാറിടിച്ച ആളുകൾ മരിക്കുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കാറ് നിയമവിരുദ്ധമാക്കിക്കൂടാ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് എ വീക്ക് അനലോജി. കാരണം കാറിനെയും തോക്കിനെയും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റൂല. അത് അലുവി മത്തിക്കറിയും പോലെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് കോണ്ടെക്സ്റ്റ് ആണ് കാറ് കൈവശം വെക്കണമെന്ന് തോക്ക് കൈവശം വെക്കുന്നത്. അത്തരം സാധനങ്ങളെ, അല്ലെങ്കിൽ ഒരിക്കലും തമ്മിൽ ചേരാത്ത രണ്ട് സാധനങ്ങളെ കമ്പയർ ചെയ്ത ഒരു കോണ്ടെക്സ്റ്റിനെ സാധൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ ദാറ്റ് ഇസ് വീക്ക് അനലോജി. ക്ലിയർ? അടുത്താണ് ആർഗ്യുമെന്റം ആഡ് ബക്കുലം, അല്ലെങ്കിൽ മൈറ്റ് മേക്സ് റൈറ്റ് എന്ന് പറയും. മൈറ്റ് മേക്സ് റൈറ്റ്. മൈറ്റ് എന്ന് പറഞ്ഞ ബലവത്തായ, ശക്തിയുള്ള, കയ്യിൽ എന്തൊക്കെയോ മഹത്തരമായ കാര്യങ്ങളുള്ള, അല്ലെങ്കിൽ പവർ ഉള്ള എന്നുള്ളൊരു അർത്ഥമാണ് മൈറ്റ് മേക്സ് റൈറ്റ്. അപ്പം ബലവാന്മാരായ മനുഷ്യന്മാരാണ് റൈറ്റ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു അർത്ഥമാണ് ആർഗ്യുമെന്റം ആഡ് ബക്കുലം എന്ന് പറയും. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി നമ്മളെ ഒരാള് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് നിർബന്ധിപ്പിക്കുമ്പോ ദാറ്റ് ഇസ് ആർഗ്യുമെന്റം ആഡ് ബക്കുലം എന്ന് പറയും. ഞങ്ങള് പറയുന്നത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങളെ തൂക്കിക്കൊണ്ടുപോവുകയും ചെയ്യും എന്ന് നമ്മൾ ഭരണത്തിലിരിക്കുന്നവർ നമ്മളെ പേടിപ്പിച്ചാൽ ദാറ്റ് ഇസ് ആർഗ്യുമെന്റം ആഡ് ബക്കുലം. ഏകദേശം ആ ടൈപ്പ് സാധനങ്ങളൊക്കെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർഗ്യുമെന്റം ആഡ് ബക്കുലം, നമ്മളെ പേടിപ്പിച്ച് ഭരിക്കുക എന്ന് പറയും. ഫോഴ്സ്ഫുള്ളി നിങ്ങളിത് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലീസ് ഇപ്പൊ വരും, പിടിച്ചുണ്ടോവും എന്ന് പറയുന്ന കേസ്
അത് ഫോഴ്സ്ഫുള്ളി ആണ്. ഫോഴ്സ്ഫുള്ളി നമ്മളെ അപ്പൊ സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യുന്ന വേണ്ട ഞങ്ങൾ അനുസരിച്ചോളാം എന്ന് പറയും. ദാറ്റ് കേസ് ഈസ് ആർഗ്യുമെന്റം ആഡ് ബക്കുലം. മൈറ്റ് മേക്സ് റൈറ്റ്സ്. പണമുള്ള അല്ലെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവും എന്ന് പറയുന്ന കേസ്. ക്ലിയർ? അതായത് ഒരാള് നമ്മളെ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിപ്പിക്കുകയും നമ്മൾ ചെയ്യല്ലാതെ നമ്മളെ മുമ്പിൽ വേറെ വഴിയില്ലാതിരിക്കുകയും ചെയ്യുന്ന കേസ് ഈസ് ആർഗ്യുമെന്റം ആഡ് ബക്കുലം എന്ന് പറയുന്ന കേസ്. അല്ലെങ്കിൽ ഒരാൾ നമ്മളെ കൊണ്ട് ഒരു കാര്യം നിർബന്ധിപ്പിച്ച് പറയിപ്പിച്ചിട്ട് അതല്ലാതെ അത് സമ്മതിച്ചു കൊടുക്കല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. അയാൾ പറയണ തെറ്റായിരിക്കും. ഇറ്റ് വിൽ ബി ഫാലസി. നമുക്കത് സമ്മതിച്ചു കൊടുക്കല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുന്ന കേസ് ആർഗ്യുമെന്റം ആഡ് ബക്കുലം. ഓക്കെ, ഞങ്ങൾ പറയുന്ന കേട്ടില്ലെങ്കിൽ ഇപ്പൊ പോലീസ് വരും എന്ന് കേൾക്കുമ്പോൾ കള്ളക്കേസ് കൊടുക്കും എന്ന് കേൾക്കുമ്പോൾ നമ്മളൊന്ന് പേടിക്കല്ലോ. എല്ലാവരും സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ലേ. അപ്പൊ എന്ത് ചെയ്യും? മെജോറിറ്റി അല്ലെങ്കിൽ ഒരു കുറച്ച് ആളുകൾ എന്ത് ചെയ്യും? അതനുസരിക്കാൻ നിർബന്ധിതരാവും. ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആർ നോൺ ആസ് ആർഗ്യുമെന്റം ആഡ് ബക്കുലം. മൈറ്റ് മേക്സ് റൈറ്റ്സ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവും എന്നുള്ള സംഭവം. ക്ലിയർ? ഓക്കെ. അടുത്താണ് ആഡ് മിസറിക്കോഡിയം അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ടുപ്പിറ്റി. മിസറി എന്ന് പറഞ്ഞാൽ തന്നെ പാവം, ഒന്നുമില്ലാത്ത ആള് എന്നുള്ളതാണ്. ഭയങ്കര പാവം, ഫിനാൻഷ്യലി ഒന്നുമില്ല, ഭയങ്കര ലോ ലെവലിൽ ജീവിക്കുന്ന ഒരാള്. പിറ്റി എന്ന് പറഞ്ഞാൽ പാവം എന്നുള്ളതാണ്. പാവം ഇൻ ദ സെൻസ് സ്വഭാവം കൊണ്ട് പാവം എന്നുള്ളതല്ല. ഹി ഫീൽസ് സംതിങ് ലൈക്ക് എന്താ പറയാ, എക്കണോമിക്കലി ഭയങ്കര വീക്ക് ആയിട്ടുള്ളത്, സൊസൈറ്റലി ഭയങ്കര വീക്ക് ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ആഡ് മിസറിക്കോഡിയം. എന്നിട്ട് അയാളുടെ ഒരു പാവം കണ്ടീഷനെ കയ്യിലെടുത്തിട്ട് നമ്മൾ ഇപ്പം അയാൾ ഭയങ്കര ദരിദ്രനായ പാവം മനുഷ്യനാണ്, അതുകൊണ്ട് അയാൾക്കൊരു നല്ല മന്ത്രിയാവാനുള്ള ക്വാളിറ്റി ഉണ്ട്, അയാൾക്ക് സാധാരണക്കാരന്റെ വൈബ് മനസ്സിലാവും എന്ന ടൈപ്പ് ഒരു സാധനം നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഇസ് ആഡ് മിസറിക്കോഡിയം അല്ലെങ്കിൽ ആർഗ്യുമെന്റ് പിറ്റി. അയാളുടെ ആ പാവം കണ്ടീഷനെ, പിറ്റിഫുൾ ആയിട്ടുള്ള കണ്ടീഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? അത് വെച്ചിട്ട് നമ്മൾ അതിനെ ഡിസൈഡ് ചെയ്യാൻ, ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരാൾ നല്ല മന്ത്രി ആയിക്കൊള്ളുന്ന ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അങ്ങനെ ഒരാൾ നല്ല മന്ത്രി ആവണമെങ്കിൽ മന്ത്രി ആവാനുള്ള ക്വാളിറ്റി, പൊളിറ്റിക്കൽ ക്വാളിറ്റി ഉണ്ടാവണം. അല്ലാതെ പാവമായിട്ടുള്ള എല്ലാ മനുഷ്യന്മാരും നല്ല മന്ത്രി ആവാനുള്ള ക്വാളിറ്റി ഉണ്ടാവില്ല. അത് മാത്രമല്ല, ക്വാളിറ്റിയെ കുറിച്ച് മാത്രമല്ല, അയാൾ ഭയങ്കര പാവാണ്, എക്കണോമിക്കലി ഭയങ്കര വീക്കാണ്, അയാൾ കള്ളനായിരിക്കും എന്ന് പറയുമ്പോഴും ആഡ് മിസറിക്കോഡിയമാണ് സംഭവിക്കുന്നത്. അയാൾ മോഷ്ടിക്കാൻ, അപ്പൊ മധുവിന്റെ ഒക്കെ കേസ്, ഭക്ഷണം മോഷ്ടിച്ചതിന് മധുവിനെ ഒക്കെ കൊന്നല്ലോ, ലൈക്ക് അതും അവിടെ സംഭവിക്കണ എന്താ? ആഡ് മിസറിക്കോഡിയമാണ്. അവിടെയും സംഭവിച്ചത് ആഡ് മിസറിക്കോഡിയമാണ്. അയാളുടെ പാവം കണ്ടീഷനെ മുതലെടുത്തു, എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് പറയുന്ന സാധനം. ആർഗ്യുമെന്റ് പിറ്റി ആഡ് മിസറിക്കോഡിയം. ഇതിപ്പോ ഒരാൾ സാമ്പത്തികമായിട്ടൊക്കെ പാവാണെങ്കിൽ അയാളും മന്ത്രി ആയാല് അയാൾ നല്ലതാന്ന് പറയേ? രണ്ട് കേസും. അതായത് ഒരു പാവം ഇൻ ദ സെൻസ് അയാൾക്ക് പാവപ്പെട്ട ആളുകളുടെ വൈബ് അറിയാം, അപ്പൊ അയാൾ മന്ത്രി ആയാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നതാണ്. പക്ഷെ അയാൾക്ക് മന്ത്രി ആവാനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് നമ്മളൊരു ആർഗ്യുമെന്റ് പറയുന്നു, അത് തെറ്റുന്നു, അതുകൊണ്ടാണ് ഇതിന് ഫാലസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ഫാലസി ഓഫ് റോങ് അസേഷൻ. ഫാലസി ഓഫ് റോങ് അസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അസേഷൻ എന്ന് പറഞ്ഞാൽ നിഗമനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് തെറ്റിപ്പോകുന്നതിനെയാണ് ഈ ഫാലസി ഓഫ് റോങ് അസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു സാധനത്തെ ഇങ്ങനെ ഫോൾസ് ആയിട്ട്, ഒരു ഇറലവന്റ് ആയിട്ട്, ഒരു കാര്യമില്ലാത്തൊരു സാധനം നമ്മളിങ്ങനെ പറയല്ലോ, എന്തപ്പോ ഇത് പറഞ്ഞതിന്റെ ഒരു കാരണം നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ലേ. എന്നിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ചേർത്ത്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റോങ് ആയിട്ടുള്ള ഇല്ലാത്ത കാര്യങ്ങൾ ചേർത്ത് പറയാന്ന് പറയും. ഇല്ലാത്ത ഫോൾസ് ആയിട്ടുള്ള സാധനങ്ങൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ വിച്ച് ഇസ് നോൺ ആസ് ഫാലസി ഓഫ് റോങ് അസെഷൻ. ഓക്കെ, അതായത് ഉള്ള കാര്യം പറയും, ട്രൂ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല പറയണത്, മൊത്തം ഫോൾസ് ആയിട്ടുള്ള റീസൺസ് ആയിരിക്കും ടു പ്രൂവ് എ കൺക്ലൂഷൻ എന്ന് പറയുന്ന സാധനം. അതിനാണ് ഫാലസി ഓഫ് റോങ് അസേർഷൻ എന്ന് പറയാം. ക്ലിയർ? ഒരു കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞങ്ങ് തീർക്കുക, ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സപ്പോർട്ടീവ് ആയിട്ട്. ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മള് ഇപ്പൊ പൊളിറ്റിക്സിലൊക്കെ ആണെങ്കിൽ, ഇപ്പം ഒരാള് കുറ്റാരോപിതനായി എന്ന് വിചാരിച്ചോ, അയാൾ ശരിക്കും ആ ഒരു സംഭവം, ആ ഒരു കുറ്റം അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാളൊരു നല്ല അതുവരെ ഒരു നല്ല ലേബൽ ഉണ്ടായിരുന്ന ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ അയാൾ ശ്രമിക്കുക.
അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി അയാൾ ഇഷ്ടംപോലെ ഫോൾസ് റീസൺസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും, പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും, പത്രക്കുറിപ്പുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഇസ് ഫാലസി ഓഫ് റോങ് അസർഷൻ. ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഒരു കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന സാധനം. അടുത്താണ് സങ്ക് കോസ്റ്റ്, ദ ലാസ്റ്റ് വൺ, അവസാനത്തെ ഫാലസിയാണ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങിപ്പോവുക എന്നുള്ളതാണ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോവുന്ന കോസ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ചോദിച്ചൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു പഠിക്കുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ ഇത്രയും കാലം ഇപ്പം നമ്മൾ SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, UG കഴിഞ്ഞു, PG കഴിഞ്ഞു, അതിന്റെ ഇടയ്ക്ക് നമ്മൾ വേറെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടാവും, അതിനൊക്കെ വേണ്ടി നമ്മൾ പൈസ ചെലവാക്കിയിട്ടുണ്ടാവും, ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ PG എടുത്തത് എന്തുകൊണ്ട്, നമ്മളിപ്പം എടുത്ത സബ്ജക്റ്റിൽ എന്തുകൊണ്ട് PG എടുത്തു എന്ന് ചോദിക്കുമ്പോൾ വളരെ കുറച്ച് ആളുകളെ ഇഷ്ടപ്പെട്ടെടുത്തവരുണ്ടാവുള്ളൂ. ഭയങ്കര ഇഷ്ടമായിട്ട് ആ സബ്ജക്റ്റിനോട് ഭയങ്കര ഏത് PG കേട്ടോ, ഏത് PGയും നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തവര് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവര് UG ആ സബ്ജക്റ്റിൽ ആയിപ്പോയത് കൊണ്ട് അതിന്റെ PG എടുത്തു, അല്ലെങ്കിൽ വേറെ ചോയ്സ് മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഇതെടുത്തു, അല്ലെങ്കിൽ ഈ ഒരു കരിയർ ചൂസ് ചെയ്തെന്നുള്ള ടൈപ്പ് ആളുകൾ ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ ശരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക കുറച്ചുകൂടി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഭയങ്കര ഫീസ് കൊടുത്ത്, ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകൾ PG ചെയ്യുന്ന പോലെയല്ല, ഈ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള PG ഒക്കെ ചെയ്യാൻ ഭയങ്കര ഫീസ് കൊടുക്കണം, നല്ല എമൗണ്ട് ഓഫ് ഫീസ് കൊടുക്കണം. അങ്ങനെ ഫീസ് കൊടുത്ത് പഠിക്കുന്നവർക്കാണ് ഇത് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ സബ്ജക്റ്റിന് അവർ PG ചെയ്യണമെങ്കിൽ ഓൾറെഡി അവർ UG ചെയ്യാൻ വേണ്ടി ഓൾറെഡി നല്ല ഫണ്ട് ഇറക്കിയിട്ടായിരിക്കും UG ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ ഹയർ സ്റ്റഡീസ് MD ഒക്കെ ചെയ്യണമെങ്കിൽ അവർ എന്ത് ചെയ്യണം, അതിലധികം ഫീസ് കൊടുത്തിട്ട് വേണ്ടി വരും MD ചെയ്യാനൊക്കെ. അപ്പം എന്തുകൊണ്ട് MD എടുത്തു എന്ന് ചോദിക്കുമ്പോൾ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല, ഇഷ്ടപ്പെട്ടെടുത്തവരെ കുറിച്ചല്ലട്ടോ പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി മാത്രം പറയാണ്. എന്റെ മുമ്പിൽ വേറെ വഴിയില്ല, എന്റെ ഹയർ സ്റ്റഡീസ് ആ ഒരു ചോയ്സ് മാത്രമായിരുന്നു, എനിക്ക് അത് എടുക്കണമായിരുന്നു. മാത്രല്ല ഇതുവരെ എത്താൻ വേണ്ടി തന്നെ ഞാൻ ഒരുപാട് പൈസ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മുതലാവണമെങ്കിൽ ഇനി അതും കൂടി എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റൂ, എനിക്കത് വസൂലാക്കാൻ പറ്റൂ, ഒരു ജോലിയൊക്കെ കിട്ടി അതിനെ എനിക്ക് കവറപ്പ് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു സാധനം. അപ്പൊ ഓൾറെഡി ഇന്ന കാര്യങ്ങൾ കോസ്റ്റ് ഇപ്പുറത്ത് കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് അത് റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ ആ കോസ്റ്റിനെ ഒന്ന് ചാലു ആക്കണമെങ്കിൽ, ബാലൻസ്ഡ് ആക്കണമെങ്കിൽ എനിക്ക് ഇന്ന ചോയ്സ് എടുത്തേ പറ്റൂ എന്നുള്ളൊരു കേസ് ഉണ്ടല്ലോ. അത്തരം കേസുകളെയാണ് ഇൻവെസ്റ്റഡ് ഹെവിലി, അതായത് ഞാൻ ഓൾറെഡി ഭയങ്കര ഹെവി ഇൻവെസ്റ്റ്മെന്റ് ബാക്കിൽ നടത്തിയിട്ടുണ്ട്, ഇനി എന്റെ മുമ്പിലുള്ള ഒരേ ഒരു ചോയ്സ്, എനിക്ക് ബെനിഫിഷ്യൽ ആവുന്ന ഒരേ ഒരു ചോയ്സ് ഇതിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഓൾറെഡി ഒരു മുങ്ങിക്കിടക്കുന്ന കോസ്റ്റ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്, എമൗണ്ട് മുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ്, അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി എനിക്ക് ഇത് എടുത്തേ പറ്റൂ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ദാറ്റ് ഈസ് സങ്ക് കോസ്റ്റ് എന്ന് പറയുന്ന സാധനം. എനിക്ക് മുമ്പോട്ട് പോയേ പറ്റൂ, അതെടുത്തേ പറ്റൂ, കാരണം ഇവിടെ വരെ എത്താൻ ഞാൻ ചെലവാക്കിയ കുറെ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്, അത് വസൂലാക്കണമെങ്കിൽ എനിക്ക് അവിടെ എത്തി അത് ക്ലിയർ ചെയ്ത് എനിക്കൊരു ജോലി കയറിയേ പറ്റൂ എന്ന് പറയുന്ന സാധനം. ദാറ്റ് ഈസ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് പറഞ്ഞ എന്താ അർത്ഥം? സങ്ക് എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നുള്ളതാണ് സങ്ക്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദ എക്സ്പെൻസ്, മുങ്ങിക്കിടക്കുന്ന എക്സ്പെൻസ്. ഞാൻ പഠിക്കാൻ ചെലവാക്കിയ എക്സ്പെൻസ് മുഴുവൻ അവിടെ മുങ്ങിക്കിടക്കുകയാണ്. എനിക്ക് വന്ന ലോണും സാധനമൊക്കെ ഞാൻ തിരിച്ചടക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അപ്പുറത്ത് എത്തിയിട്ട് എനിക്ക് ജോലി കിട്ടണം, അടുത്ത ലെവലൂടി കടന്നിട്ട് എനിക്ക് ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ഈ ലോണൊക്കെ എന്ത് ചെയ്യാൻ, തീർക്കാൻ. ദ സങ്ക് കോസ്റ്റ്, ഇപ്പുറത്ത് ഒരുപാട് എക്സ്പെൻസ് എന്റെ കയ്യിൽ നിന്നും പോയത് ഇവിടെ മുങ്ങിക്കിടക്കുന്നുണ്ട്, അത് വസൂലാക്കണമെങ്കിൽ ഞാൻ അവിടെ എത്തണമെങ്കിൽ ഞാനത് എടുത്തേ പറ്റൂ, എനിക്ക് വേറെ ചോയ്സ് ഇല്ല. അപ്പൊ വേറെ ചോയ്സ് ഇല്ല, എനിക്ക് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തത് എന്തുകൊണ്ടാ, ഇവിടെ ഈ എമൗണ്ട് ഇവിടെ മുങ്ങിക്കിടക്കുന്നുണ്ട്, ഇൻവെസ്റ്റഡ് എമൗണ്ട് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വന്ന ചെലവ് ഇവിടെ ഉണ്ട്, അത് വസൂലാവണമെങ്കിൽ ഞാൻ ഇത് എടുത്തേ പറ്റൂ. ദാറ്റ്സ് വൈ സങ്ക് കോസ്റ്റ്, കുടുങ്ങിക്കിടക്കുന്ന ട്രാപ്ഡ് മണി എന്ന് പറയാം നമുക്ക്. ക്ലിയർ? യെസ്. ഇത്രയാണ് മേജർ ആയിട്ട് ചോദിക്കുന്ന ഫാലസികൾ. ഇതല്ലാതെ ഇങ്ങനെ പറയാൻ പറ്റാത്ത ഇങ്ങനെ നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് അല്ലാതെ പ്രിമൈസും കൺക്ലൂഷനും സ്റ്റേറ്റ്മെന്റും മിഡിൽ ടേമും ഒക്കെ വെച്ച് പറയേണ്ട ചില ഫാലസികൾ ഈ അടുത്ത കാലത്ത് NTA ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ PYQ ഫാലസി ഹോളായി ഒന്ന് ചുരുക്കി പറയാം. നമ്മളെവിടെ പറയും, നമ്മള് PYQ ചെയ്യുന്ന സമയത്ത് റയർ കേസ് ഓഫ് ഫാലസികൾ പറയും. ഇതോടുകൂടി ഫാലസികൾ തീർന്നു. ജസ്റ്റ് ഞാനൊന്ന് ഓടിക്കാം, ഫാലസികൾ മാത്രം ഒന്ന് ഓടിക്കാം.
ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറേഴ്സ് ആണ് ഫാലസികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാലസികൾ തന്നെ രണ്ട് കുട്ടികൾ, ഇന്റൻഷണൽ ഫാലസി, അൺഇന്റൻഷണൽ ഫാലസി. ഇന്റൻഷണൽ ഫാലസിക്ക് സോഫിസം എന്ന് പറയും, മാജിക്, ഇന്റൻഷനലി മനഃപൂർവ്വം ചെയ്യുന്ന ട്രിക്കുകളെയാണ് ഇന്റൻഷണൽ ഫാലസി എന്ന് വിളിക്കുക. അങ്ങനെ മനഃപൂർവ്വം അല്ലാത്തതാണ് അൺഇന്റൻഷണൽ ആയിട്ടുള്ള ഫാലസികൾ. അത് രണ്ട് കുട്ടികൾ, ഫോർമൽ ഫാലസി, ഇൻഫോർമൽ ഫാലസി. ഫോർമൽ ഫാലസി എന്ന് പറഞ്ഞാൽ ഫോമിലോ അറേഞ്ച്മെന്റിലോ ടെക്നിക്കൽ സ്ട്രക്ചറിലോ വരുന്ന മിസ്റ്റേക്കുകളെയാണ് ഫോർമൽ ഫാലസി കൊണ്ട് പറയുന്നത്. ഇൻഫോർമൽ ഫാലസി എന്ന് പറയുന്ന സമയത്ത് ഫോമിൽ അല്ലാതെ വരുന്ന മിസ്റ്റേക്കുകളെ വി കൻ കോൾ ഇൻഫോർമൽ ഫാലസി. ഫോർമൽ ഫാലസികൾ ാണ് അപ്പീൽ ടു പ്രോബബിലിറ്റി, മാസ്ക് ഡിമാൻഡ് ഫാലസി, നോൺ സെക്യൂട്ടർ, ബാഡ് റീസൺ ഫാലസി വരുന്നത്. അപ്പീൽ ടു പ്രോബബിലിറ്റി എന്നൊരു പോസിബിലിറ്റി നമ്മൾ പറഞ്ഞിട്ട് തെറ്റിപ്പോവാ. അതായത് രാവിലെ മഴക്കാറ് കണ്ട് ഉച്ചയ്ക്ക് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, നമ്മൾ കൺക്ലൂഷൻ പറയുന്നു, ഉച്ചയ്ക്ക് മഴ പെയ്യുന്നില്ല, ദാറ്റ് ഇസ് എ ഫാലസി, അപ്പീൽ ടു പ്രോബബിലിറ്റി. മാസ്ക് ഡിമാൻഡ് ഫാലസി എന്ന് പറഞ്ഞാൽ ഒരു മാസ്ക് ഇട്ട ഒരാളെ കണ്ടിട്ട് നമ്മൾക്ക് അറിയുന്ന ഒരാളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അയാളെടുത്ത് പോകുന്നു, അയാളെല്ലാം തിരിച്ചറിയുന്നു, ദാറ്റ് ഇസ് മാസ്ക് ഡിമാൻഡ് ഫാലസി. നോൺ സെക്യൂട്ടർ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രിമൈസുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത കൺക്ലൂഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന കേസ്. ബാഡ് റീസൺ ഫാലസി അല്ലെങ്കിൽ ആർഗ്യുമെന്റ് ആഡ് ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ എന്തിൽ നിന്നുണ്ടാക്കുക, ആർഗ്യുമെന്റിൽ നിന്നുണ്ടാക്കുക, പ്രൊമൈസിൽ നിന്നുണ്ടാക്കുക. ഇന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് എനിക്ക് പഠിക്കാൻ പറ്റൂല, ഇന്ന് ഞായറാഴ്ചയാണ്. ഒരു ലോജിക് ഇല്ലാത്ത റീസൺസ് പറയാം, ദാറ്റ് ഈസ് ആർഗ്യുമെന്റ് ആഡ് ലോജിക്. പിന്നെ നമ്മൾ ഇൻഫോർമൽ ഫാലസിയിലേക്ക് വന്നു. അതിന്റെ ആദ്യത്തെ കുട്ടിയായിരുന്നു ഫാലസി ഓഫ് പ്രിസംഷൻ. അതിലാണ് നമ്മൾ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഫാലസി പറഞ്ഞത്, ലോഡഡ് ക്വസ്റ്റ്യൻ എന്നും പറയും. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ച് ട്രാപ്പാക്കുക, എന്ത് പറഞ്ഞാലും നമ്മൾ കുടുങ്ങി പോവുക എന്ന് പറയുന്ന സാധനം. നിങ്ങൾ ഭാര്യയെ തല്ലണം നിർത്തിയോ എന്ന് ചോദിക്കുമ്പോൾ യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും കുടുങ്ങി പോകുന്ന അവസ്ഥ. ഹാസ്റ്റ് ജനറലൈസേഷൻ ഫാലസി എന്ന തിടുക്കപ്പെട്ട് ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കുകയും അത് തെറ്റിപ്പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക് എന്ന് പറഞ്ഞാൽ എ സംഭവിച്ചത് ബി കാരണമായിട്ടാണ് എന്ന് പറയുന്നത്. കം ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക് എന്ന് പറഞ്ഞാൽ എയും ബിയും ഒന്നിച്ചാണ് സംഭവിച്ചത് എന്നുള്ള കേസ്. ഫാലസി ഓഫ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള കണ്ടീഷൻസിനെ എന്ത് ചെയ്യുക വെച്ചിട്ട് ജനറലൈസ് ചെയ്ത് പറയാ. പെൻഗിൻ പക്ഷിയാണ്, അത് പറക്കാറില്ല, അതുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു ലോകത്തുള്ള ഒരു പക്ഷികളും പറക്കാറില്ല. ഇറ്റ്സ് എ മിസ്റ്റേക്ക്, ദാറ്റ് മിസ്റ്റേക്ക് ഈസ് നോൺ ആസ് ഫാലസി ഓഫ് ആക്സിഡന്റ്. സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി അല്ലെങ്കിൽ കേമൽ നോസ് ഫാലസി എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ആയിട്ട് സ്റ്റെപ്പ് ആയിട്ട് ഒരു ലെവലായിട്ട് തെറ്റുകൾ സംഭവിച്ചു വലിയ തെറ്റിലേക്ക് വരിക എന്ന് പറയുന്ന കേസ്. ടു കോക്ക് ഫാലസി എന്ന് പറഞ്ഞാൽ നിങ്ങളും കൂടി ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എന്നെ എന്തിനാ ബ്ലെയിം ചെയ്യുന്നത്, പേഴ്സണൽ ബിഹേവിയറിനെയാണ് അവിടെ ബ്ലെയിം ചെയ്യുക. ടു കോക്ക് ഫാലസിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ സിഗരറ്റ് വലിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്നെ എന്തിനാണ് ഉപദേശിക്കാൻ വരുന്നത് എന്ന് പറയുന്ന കേസ്. അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോജിക്കിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്ന കേസാണ്. ഈ കേരളത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയിലാണ് ഞാൻ, തിരുവനന്തപുരത്തല്ല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കേരളത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ആണ് എന്നുള്ളത് അയാൾ ഇഗ്നോർ ചെയ്തു. സർക്കുലർ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ സർക്കുലസ് ഇൻ പ്രൊബൻഡോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു സർക്കുലർ ആർഗ്യുമെന്റും ഈ ഫാലസി ഓഫ് പ്രിസംഷനിലാണ്. സർക്കുലർ ആർഗ്യുമെന്റ് പറഞ്ഞു തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തുക. ബെഗിങ് ദ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പെറ്റീഷ്യോ പ്രിൻസിപ്പ എന്ന് പറയുന്ന സമയത്ത് കൺക്ലൂഷൻ പ്രൊമൈസിൽ തന്നെ ഉണ്ടായിരിക്കുക. ജസ്റ്റ് ബെഗ് ടു ദ പ്രൊമൈസ്, ജസ്റ്റ് ബെഗ് ടു ദ ക്വസ്റ്റ്യൻ ഫോർ ദ കൺക്ലൂഷൻ എന്ന് പറയുന്ന കേസ്. ഫോൾസ് ഡിലമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ടാവും, ഏതെടുക്കണമെന്ന് നിങ്ങൾ കൺഫ്യൂഷൻ ആവുക. ആർഗ്യുമെന്റ് മാഡ് ഇഗ്നോറേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, എവിഡൻസ് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്ന കേസ്. അടുത്തതാണ് ഇൻഫോർമൽ ഫാലസിയുടെ രണ്ടാമത്തെ കുട്ടി, ഫാലസി ഓഫ് ആംബിഗിറ്റി. ഫാലസി ഓഫ് ആംബിഗിറ്റിയുടെ കുട്ടികളാണ് ഇനി പറയാൻ പോകുന്നത്. ആക്സെന്റ് ഫാലസി, നമ്മൾ ഈ സെന്റൻസിൽ എവിടെ സ്ട്രെസ് ചെയ്യുന്നോ ആ സ്ട്രെസ് ചെയ്യുന്നതിനനുസരിച്ച് മീനിങ് മാറുന്നതിനെയാണ് ആക്സെന്റ് ഫാലസി എന്ന് പറയാ. ഇക്വിവൊക്കേഷൻ ഫാലസി എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ്ങും പ്രൊനൗൺസിയേഷനും സെയിം ആയിരിക്കും, മീനിങ് വിൽ ബി ഡിഫറെന്റ്. ആംഫിബോളി എന്ന് പറഞ്ഞാൽ ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ, എസ്പെഷ്യലി പങ്ക്ച്വേഷൻ യൂസ് ചെയ്യുന്നതിന്റെ വ്യത്യാസം. ഇൻഫോർമൽ തന്നെ. നമുക്കത് ഫോർമൽ ആണോ എന്നുള്ള ഡൗട്ട് വരും, പക്ഷെ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇൻഫോർമൽ ആണ്. കാരണം അപ്പുറത്ത് നമ്മൾ പഠിച്ചത് ഫോമിൽ വരുന്ന എന്തും ഫോർമൽ ആണെന്നാണല്ലോ, പക്ഷെ ഇതില് അതായത് ലോജിക്കൽ ഇൻഫോർമൽ ആണ്. ഫോർമൽ ആണ് നമുക്ക് തോന്നാം, പക്ഷെ ലോജിക്കൽ റീസണിങ്ങിന്റെ തിയറികൾ ഉണ്ടാക്കിയ മനുഷ്യന്മാർ അതിന് ഇൻഫോർമലിലാണ് പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിന് ഇൻഫോർമൽ എന്ന് പറയുന്നത്. ആലോചിക്കുമ്പോൾ അത് ഫോർമലിലാണ് വരിക, ആലോചിക്കുമ്പോൾ ഫോർമലിലാണ്, പക്ഷെ അവർ തിയറി ഉണ്ടാക്കിയവർ അതിനെ ഇൻഫോർമലിലാണ് പിടിച്ചിട്ടത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പഠിക്കുന്നത് കേട്ടോ. ആംഫിബോളിയിലേക്ക് വരുമ്പോൾ പങ്ക്ച്വേഷൻ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് മീനിങ് മാറുന്നത്. സ്ട്രോമാൻ ഫാലസി എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ പറഞ്ഞ് പുല്ല് വിലയാക്കി മാറ്റുക, ഒരു വിലയില്ലാത്ത സാധനമാക്കി മാറ്റുക, അതാണ് സ്ട്രോമാൻ ഫാലസി. ഫാലസി ഓഫ് കമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന്റെ ജനറൽ ഫീച്ചർ വെച്ചിട്ട്
അല്ലെ സോറി ഒരു കാര്യത്തിന്റെ സ്പെസിഫിക് ഫീച്ചർ അതിന്റെ പാർട്സിന്റെ ഫീച്ചർ വെച്ചിട്ട് ഒരു സാധനത്തിന് ജനറലൈസ് ചെയ്യുക. ട്രക്കിന്റെ ബോൾട്ടിന്റെ വെയിറ്റ് വെച്ചിട്ട് അതാണ് ട്രക്കിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാലസി ഓഫ് കമ്പോസിഷൻ. ഇനി ട്രക്കിന്റെ മുഴുവൻ വെയിറ്റും വെച്ചിട്ട് അതിന്റെ പാർട്ടിന് ഇത്രയും വെയിറ്റ് ഉണ്ടാവും, അതിന്റെ സ്ക്രൂന് പോലും ഇത്ര വെയിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അനദർ ഫാലസി ദാറ്റ് ഇസ് നോൺ ആസ് ഫാലസി ഓഫ് ഡിവിഷൻ. ഇനി ഇൻഫോർമൽ ഫാലസിന്റെ മൂന്നാമത്തെ കുട്ടിയാണ് ഫാലസി ഓഫ് റീസൺ. അതിലാണ് അപ്പീൽ ടു അതോറിറ്റി വരുന്നത്. അപ്പീൽ ടു അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഫോൾസ്ഫുള്ളി നമ്മൾ അതോറിറ്റേറിയൻ ആക്കി ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട്, ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗാന്ധി ചിലപ്പോൾ അങ്ങനെ അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. ഓക്കെ, അതിനാണ് അപ്പീൽ ടു അതോറിറ്റി. അപ്പീൽ ടു പോപ്പുലർ ഒപ്പീനിയൻ എന്ന് പറഞ്ഞ ആൾക്കാര്, എല്ലാ ആൾക്കാരും പോപ്പുലർ മനുഷ്യന്മാരെന്ന് ഒരു മെജോറിറ്റി മനുഷ്യന്മാരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ, ഞാനും അങ്ങനെ ചിന്തിക്കട്ടെ എന്നുള്ളത്. ആർഗ്യുമെന്റ് ആഡ് ഹോമിൻ എന്ന് പറഞ്ഞാൽ ഒരാളെ നിർത്തി അറ്റാക്ക് ചെയ്യുക, ഇറലവന്റ് ആയിട്ടുള്ള സാധനം പറഞ്ഞ ഒരാളെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന സാധനമാണ് പേഴ്സണലി ബ്ലെയിം ചെയ്യുക. ദാറ്റ് ഇസ് ആർഗ്യുമെന്റ് ആഡ് ഹോമിനം. ബാൻഡ് വാഗൺ ഫാലസി പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഞാനും അങ്ങനെ ചെയ്യും. ഗാംബ്ലേഴ്സ് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടി കാർലോ ഫാലസി എന്ന് കൂടെ അതിനെ പറയും. രണ്ട് ചോയ്സ് ഉണ്ടാവും, ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യുള്ളൂ, എക്സ്പ്രസ് ആവുള്ളൂ എന്ന് പറയുന്ന കേസ്. കോയിൻ ടോസ് ചെയ്യുന്നത്, ഹെഡ് ഓർ ടെയിൽ ഓർത്ത് വെച്ചാൽ മതി. ഇനി വാട്ടബോട്ടറി ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞതാണല്ലോ, ഇന്ന് നിങ്ങൾ എന്തുകൊണ്ട് അതിൽ അഭിപ്രായം പറയുന്നില്ല. ദാറ്റ് ഇസ് വാട്ടബോട്ടറി ഫാലസി. ജനറ്റിക് ഫാലസി എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒറിജിൻ വെച്ച് ബ്ലെയിം ചെയ്യുക. ചൈനയിൽ ഉണ്ടാക്കിയ ഫോൺ അല്ലേ, അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ഒറിജിൻ ആണെന്നുള്ള സാധനം അവിടെ ബ്ലെയിം ചെയ്യപ്പെടുകയാണ്. അയാളുടെ അച്ഛൻ കള്ളനല്ലേ, എന്നാൽ അയാളും കള്ളനായിരിക്കും എന്ന് പറയുമ്പോൾ അയാളുടെ ജനറ്റിക് ഫീച്ചർ വെച്ചിട്ട് അയാളെ ബ്ലെയിം ചെയ്യാണ്. റെഡ് ഹെറിംഗ് ഫാലസി എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കെ അതിൽ നിന്നും മെല്ലെ ഡൈവേർട്ട് ആയിട്ട് വേറൊരു ടോപ്പിക്കിലേക്ക് കടക്കുക, മനഃപൂർവ്വം ടോപ്പിക് മാറ്റുക, വിഷയം മാറ്റുക, അതാണ് റെഡ് ഹെറിംഗ് ഫാലസി. വീക്ക് അനലോഗി എന്ന് പറഞ്ഞാൽ ഒരിക്കലും തമ്മിൽ ചേരാത്ത രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക. തോക്ക് നിരോധിക്കുന്നതും കാറ് നിരോധിക്കുന്നതും തമ്മിൽ ഒരിക്കലും ചേരാത്ത സാധനങ്ങളാണ്. അലുവി മത്തിക്കറിയും പോലുള്ള സാധനമാണ്. ദാറ്റ് ഇസ് വീക്ക് അനലോജി. ആർഗ്യുമെന്റ് മാഡ് വെക്കലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുക. ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒരാള് ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ നിർബന്ധിക്കുക. ദാറ്റ് ഇസ് മൈറ്റ് മേക്സ് റൈറ്റ്. കണ്ടെത്തലാണത് ഏത് ഈ ആർഗ്യുമെന്റ് ആഡ്ബക്കില് അല്ല, ന്യായീകരണം കണ്ടെത്തലല്ല, ഫോഴ്സ്ഫുള്ളി നിങ്ങൾ അത് അനുസരിച്ചേ പറ്റും. ഇപ്പൊ സപ്പോസ് അബോഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും അബോഷനെ ഒപ്പോസ് ചെയ്യുന്ന ആളുകളും ഉണ്ടല്ലോ ലോകത്ത്. അപ്പൊ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒപ്പോസ് ചെയ്യുന്ന ആളുകളെ നിർബന്ധിച്ച് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന സാധനം എന്താ? മൈറ്റ് മേക്സ് റൈറ്റ്. ഓക്കെ, അതെ. ഇപ്പൊ ഈവൻ നമ്മളെ പൊളിറ്റിക്കൽ കണ്ടീഷൻ നമുക്ക് ആലോചിച്ചു, നിങ്ങൾ ബീഫ് കഴിക്കാൻ പാടില്ല അങ്ങനെ ദാറ്റ് ഇസ് ആർഗ്യുമെന്റ് ആഡ് ബക്കുലം. ഇനി അടുത്ത ആഡ് മിസറിക്കോഡിയം. ഒരാളുടെ പിറ്റിഫുൾ കണ്ടീഷൻ, ഒരാളുടെ പാവം കണ്ടീഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ റോങ്ഫുൾ ആയിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ആഡ് മിസറിക്കോഡിയം. ഫാലസി ഓഫ് റോങ് അസേർഷൻ എന്ന് പറഞ്ഞാൽ ഇറലവന്റ് ആയിട്ടുള്ള റീസൺസ് പറഞ്ഞിട്ട് അതിനെന്ത് ചെയ്യുക, ഒരു തെറ്റായ കൺക്ലൂഷൻ പറയുക എന്ന് പറയുന്ന ഒരു സാധനം. ഇറലവന്റ് ആയിട്ടുള്ള കാരണം, ഒരു കഥയില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് അതിനെ കാരണമാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ ഒരു സാധനം. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പുറത്തെ ശരിക്കും ന്യായീകരണല്ലേ ന്യായീകരണമാണ്. സങ്ക് കോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു ഹ്യൂജ് എമൗണ്ട്, അല്ലെങ്കിൽ എമൗണ്ട് തന്നെ ആയിക്കോളുന്നില്ല, നമ്മുടെ സമയമാവാം, നമ്മുടെ ഇമോഷൻ ആവാം, വട്ടെവർ ഇറ്റ് ഈസ്, ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, ഹെവി ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇപ്പുറത്ത് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ആ ഒരു ചോയ്സ് ഫോളോ ചെയ്യുന്നു എന്നുള്ളതിനെയാണ് സങ്ക് കോസ്റ്റ് എന്ന് പറയാം. ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടാണോ ക്വസ്റ്റ്യൻ വരിക? കോണ്ടെക്സ്റ്റ് തരും. ഞാനിപ്പോ പറഞ്ഞ പോലുള്ള എക്സാമ്പിൾസ് തന്നിട്ട് എന്ത് ഫാലസിന്ന് ഐഡന്റിഫൈ ചെയ്യാനാ വരിക. അത്രയാണ്. ഇതോടുകൂടി ഫാലസി കഴിഞ്ഞു. അടുത്ത ക്ലാസ്സോടുകൂടി നമ്മളെ ലോജിക്കൽ റീസണിങ്ങിന്റെ പോർഷൻസ് കഴിയും. ഇന്ത്യൻ പ്രമാണമാണ് ഇനി എടുക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.